Good afternoon. Good afternoon, ma'am. Okay, good afternoon. Good afternoon, ma'am. Good afternoon. Okay, Sija, Sachita, Sritika, okay. Abhadra, Anucharita, Anu, Reshma, okay. Neha. Hi, good afternoon, ma'am. Good afternoon. How is it going? Hi. Okay. അപ്പോ കുറച്ച് ആക്കിയാലോ കഴിച്ചു കേട്ടോ, ഫുഡ് കഴിച്ചു. കുറച്ച് നേരം കഴിഞ്ഞിട്ട് സ്ക്രീൻ ഷെയർ ആയിക്കോളൂ കേട്ടോ. ചെറിയൊരു ഷെയറിങ്ങിനൊരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാലേ ആയിക്കോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ ടെക്സ്റ്റ് എടുക്കാം കേട്ടോ. ടെക്സ്റ്റിൽ കുറച്ച് നേരം നോക്ക്. കുറച്ച് നേരം കഴിഞ്ഞിട്ട് സ്ക്രീൻ ഷെയർ ആയിക്കോളൂ കേട്ടോ. തുടങ്ങിയാലോ? എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? ഭക്ഷണമൊക്കെ കഴിച്ചില്ല എല്ലാവരും? ഓക്കെ, നമുക്ക് തുടങ്ങാം അല്ലേ? തുടങ്ങാം. കഴിഞ്ഞ ക്ലാസ്സില് നമ്മള് സെക്കൻഡ് മൊഡ്യൂളില് ഫസ്റ്റ് ചാപ്റ്റർ അല്ലെ, ഫാർമസി കംപ്ലീറ്റ് ചെയ്തു. പിന്നെ നമുക്ക് പുതിയൊരു ചാപ്റ്റർ തുടങ്ങാം കേട്ടോ. ചാപ്റ്റർ നമ്പർ 4 ആണ് ബ്ലഡ് ബാങ്ക് കേട്ടോ. ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. വളരെ എളുപ്പമുള്ള ചെറിയൊരു ചാപ്റ്റർ ആണ് കേട്ടോ. നമുക്ക് കുറെയൊക്കെ അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പുതിയതായിട്ടൊന്നും പുതിയ കാര്യങ്ങളൊന്നും കാര്യമായിട്ട് അതിനകത്ത് പഠിക്കുന്നൊന്നുമില്ല. അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ചാപ്റ്ററിലോട്ട് നോക്കാം കേട്ടോ. ടെക്സ്റ്റ് ഒന്ന് നോക്കേ. ഷെയർ ആവും കേട്ടോ. ഷെയർ അല്ലേ? കാണാൻ പറ്റുന്നില്ലേ? കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, മ്യൂട്ട് ചെയ്യാതെ. ചാപ്റ്റർ നമ്പർ 4 ബ്ലഡ് ബാങ്ക്. ഓക്കെ, ബ്ലഡ് ബാങ്കിനെ പറ്റി പറയുമ്പോ നമുക്ക് ആദ്യം ബ്ലഡ് ഡൊണേഷനെ പറ്റിയിട്ടൊക്കെ ഒന്ന് പറയേണ്ടി വരും അല്ലെ? ഓക്കെ, എന്താണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത ആരെങ്കിലും ഒക്കെ ഉണ്ടാവും നമ്മുടെ ക്ലാസ്സില്? ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത ആരെങ്കിലും ഒക്കെ ഉണ്ടാവും? ഉണ്ടോ? നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടാവും? ഉണ്ട്, ആർത്തിരി ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ആരെങ്കിലും ഉണ്ടാവും? ഓക്കെ, ഫ്രണ്ട്സ് കൊടുത്തിട്ടുണ്ട് അല്ലെ? ഞാൻ വലിയ കാര്യത്തിൽ ചോദിച്ചു, ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ ഇതുവരെ. ഓക്കെ, വെറുതെ ചോദിച്ചെന്ന് മാത്രം. ബ്ലഡ് ബാങ്ക് ഒക്കെ ആണല്ലോ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ എന്താണ് നമ്മൾ പറയുന്നത്, രക്തദാനം മഹാദാനം എന്നാണ് പറയാ അല്ലെ? ഓക്കെ, അപ്പൊ ബ്ലഡ് ഡൊണേഷൻ എന്ന് പറഞ്ഞാല് വളരെ നോബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ? അപ്പോ നമുക്കറിയാം സാധാരണ ഒരു 18 വയസ്സ് മുതൽ 65 വയസ്സ് വരെ പ്രായമുള്ള ആളുകൾക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഈ ബ്ലഡ് ഡൊണേഷനെ പറ്റി പറയുകയാണെങ്കിൽ അതില് നമുക്ക് വേണ്ട ഒരു ശരീരഭാരം, അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ്. അപ്പോ ബോഡി വെയിറ്റ് ഏകദേശം ഒരു 45 കിലോഗ്രാം അല്ലെങ്കിൽ അതിന് മുകളിൽ ബോഡി വെയിറ്റ്, ശരീരഭാരം ഉണ്ടായിരിക്കണം ബ്ലഡ് ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ. പിന്നെ നമ്മൾ പൊതുവെ പറയാറുണ്ട് ഗർഭിണികളായിട്ടുള്ള സ്ത്രീകള്, മുലയൂട്ടുന്ന അമ്മമാര്, അങ്ങനെയുള്ളവരൊന്നും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യേണ്ട. പിന്നെ എന്താണെന്ന് വെച്ചാൽ സാധാരണ നമ്മള് അറ്റ് എ ടൈമില് ഒരു 300 ml ബ്ലഡ് ആണ് നമ്മള് പൊതുവെ അറ്റ് എ ടൈമില് ഡൊണേറ്റ് ചെയ്യുന്നത്. അപ്പൊ പുരുഷന്മാരൊക്കെ ആണെങ്കിൽ ഒരു 3 മാസത്തിലൊരിക്കല്, സ്ത്രീകളാണെങ്കിൽ ഒരു 4 മാസത്തിലൊരിക്കല്. ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദർ ഹെൽത്ത് കേട്ടോ. അവരുടെ ഹെൽത്തിനനുസരിച്ചിട്ട് ആരോഗ്യമുള്ളവരാണെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ പൊതുവെ നമ്മൾ പറയുന്നത് പുരുഷന്മാരൊക്കെ ആണെങ്കിൽ ഒരു 3 മാസത്തിലൊരിക്കലും, സ്ത്രീകളാണെങ്കിൽ 4 മാസത്തിലൊരിക്കലും ഒക്കെ ഈ പറയുന്ന ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ബ്ലഡില് ഇത്ര കമ്പോണൻസുകൾ ഉണ്ട്. അറിയാമോ? അറിയാവുന്നവരൊന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാമോ? ബ്ലഡിൽ എത്ര കമ്പോണൻസുകൾ ഉണ്ട്? ഒന്ന് ചെറിയ സ്കൂളിലൊക്കെ നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ? ഓക്കെ, ബ്ലഡിൽ എത്ര കമ്പോണൻസ് ഉണ്ട് നിങ്ങൾക്ക് അറിയേണ്ടതാണല്ലോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി, ഒന്ന് പറയൂ, ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാമോ? ഓക്കെ, അതിൽ പറഞ്ഞു RBC. ഓക്കെ, RBC പ്ലേറ്റ്ലെറ്റ്,
സജിത്ത് പറഞ്ഞു കറക്റ്റാണ് 4 ആണ്. ഓക്കെ, അതിലെ WBC. ഓക്കെ, പ്രധാനമായിട്ടും 4 കമ്പോണന്റുകളാണ് ഇതിനകത്തുള്ളത്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഒന്ന് RBC അല്ലെ, റെഡ് ബ്ലഡ് സെൽസ് അഥവാ എന്താണ് ചുവന്ന രക്തം. ക്ലോക്കിസ് കറക്റ്റ് ആണ് കേട്ടോ. പ്ലാസ്മ അല്ലെ. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് കമ്പോണന്റുകൾ? RBC ഉണ്ട്. ഓക്കെ, സൽവ കറക്റ്റ് ആണ് കേട്ടോ. WBC, പിന്നെ പ്ലേറ്റ്ലെറ്റ്, പിന്നെന്താണ് പ്ലാസ്മ അല്ലെ. അങ്ങനെ 4 കമ്പോണന്റുകളാണ് പ്രധാനമായിട്ടും ബ്ലഡിനകത്ത് ഉള്ളത്. ഈ കമ്പോണന്റുകളെ പറ്റിയൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട് കേട്ടോ. ഓരോ കമ്പോണന്റുകളും അതിന്റെ ഫംഗ്ഷൻ എന്താന്നൊക്കെ പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ബ്ലഡ് ബാങ്കിനകത്തേക്ക് വരാം. അല്ലെ, നമ്മൾ സാധാരണ ഒരു ബ്ലഡ് ബാങ്ക് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഹിസ്റ്ററി പറയുന്നത് നമ്മുടെ 1ാം ലോക മഹായുദ്ധ കാലത്ത് ആ ഒരു സമയത്ത്, ഒരു 1940-18 ആ ഒരു കാലഘട്ടം ഉണ്ടല്ലോ. ആ ഒരു സമയത്ത് ഈ നമ്മുടെ റെഡ് ക്രോസ് സൊസൈറ്റി ഉണ്ട്. അവരാണ് ഈ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആദ്യമായിട്ട് മുന്നോട്ട് കൊണ്ടുവരുന്നത്. അപ്പൊ ആ ഒരു കാലഘട്ടത്തില് നമ്മള് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഹോൾ ബ്ലഡ് ആയിട്ടാണ് കളക്ട് ചെയ്തിരുന്നത്. ഹോൾ ബ്ലഡ് കേട്ടോ, WHO ഹോൾ ആണ് ഉദ്ദേശിച്ചത്. ഹോൾ ബ്ലഡ് ആയിട്ടാണ് അന്ന് കളക്ട് ചെയ്തിരുന്നത്. എന്നിട്ട് അത് കുപ്പികളിലായിട്ട് സൂക്ഷിച്ചു വെക്കും. എന്നിട്ട് ഹോൾ ബ്ലഡ് ആയിട്ട് തന്നെയാണ് നമ്മൾ മറ്റൊരു പേഷ്യന്റിനകത്തേക്ക് കൊടുത്തിരുന്നത്. അങ്ങനെ തന്നെയാണ്. പക്ഷെ നമ്മൾ ഈ ഹോൾ ബ്ലഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ പറയുന്ന എല്ലാ കമ്പോണൻസുകളും അതിനകത്ത് ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ആ ഒരു കാലഘട്ടമാണ് കേട്ടോ പറയുന്നത്. അപ്പൊ അന്ന് ഈ ഹോൾ ബ്ലഡ് ആയിട്ട് കളക്ട് ചെയ്തിട്ട് കുപ്പികളിലായിട്ട് സൂക്ഷിച്ചു വെക്കും. അതിനുശേഷം ഹോൾ ബ്ലഡ് ആയിട്ട് തന്നെയാണ് നമ്മൾ മറ്റൊരു പേഷ്യന്റിന്റെ ശരീരത്തിലോട്ട് അത് കൊടുക്കുന്നത്. അങ്ങനെയാണ്. പക്ഷെ അങ്ങനെ വരുമ്പോ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ? എല്ലാ ആളുകൾക്കും എല്ലാ കമ്പോണൻസുകളും ആവശ്യമില്ല. ഹോൾ ബ്ലഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് ഈ പറയുന്ന എല്ലാ കമ്പോണൻസുകളും ഉണ്ടായിരിക്കും. അപ്പൊ അത് നമ്മൾ ഒരു പേഷ്യന്റിലേക്ക് കൊടുക്കുമ്പോൾ ആ പേഷ്യന്റിന്റെ ശരീരത്തിൽ ഫ്ലൂയിഡ് ഓവർലോഡ് ആണ്. അതുമൂലം മറ്റു പല ബുദ്ധിമുട്ടുകൾ വരാനും ചാൻസ് ഉണ്ട്. കാര്യം എന്താണ്? എല്ലാ ആളുകൾക്കും എല്ലാ കമ്പോണൻസുകളും ആവശ്യമില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരു അനീമിക് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ആണെന്ന് വിചാരിക്കാം. വിളർച്ചയൊക്കെയുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് RBC എന്ന് പറയുന്ന ഒരു കമ്പോണന്റ് ആണ് അവർക്ക് ആവശ്യമായിട്ട് വരിക. ഇനി മറ്റു ചില പേഷ്യൻസിനാണെങ്കിൽ ചിലപ്പോൾ WBC ആയിരിക്കും അവർക്ക് ആവശ്യമായിട്ട് വരിക. അതുപോലെ തന്നെ നമ്മൾ ഈ ഡെങ്കി ഫീവർ ഒക്കെ വരുന്ന സമയത്ത് ഈ പ്ലേറ്റ്ലെറ്റിന്റെ കൗണ്ടുകളൊക്കെ ഭയങ്കരമായിട്ട് കുറയും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്ന ഒരു കമ്പോണന്റ് സപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ ലിവർ ഡിസീസ് ഒക്കെ വരുന്ന കേസുകളാണെങ്കിൽ അവർക്ക് പ്ലാസ്മ എന്ന് പറയുന്ന കമ്പോണന്റ് ആണ് ആവശ്യമായിട്ട് വരിക. എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ ക്ലിനിക്കൽ കണ്ടീഷൻസ് വ്യത്യാസമുണ്ട്. എല്ലാവർക്കും എല്ലാ കമ്പോണന്റുകളും ആവശ്യമില്ല. അവർക്ക് ആവശ്യമുള്ള കമ്പോണന്റ് ഏതാണോ അത് മാത്രം സപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ആ ഒരു കൺസെപ്റ്റിൽ നിന്ന് പിന്നീട് അങ്ങോട്ട് എന്ത് ചെയ്യുന്നറിയോ? ഈ ഹോൾ ബ്ലഡ് കളക്ട് ചെയ്തിട്ട് അതിനെ പല പല കമ്പോണന്റുകളായിട്ട് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. RBC ഒരു കമ്പോണന്റ്, WBC, പ്ലാസ്മ, പ്ലേറ്റ്ലെറ്റ്, അങ്ങനെ പല പല കമ്പോണന്റുകളാക്കിയിട്ട് മാറ്റിയിട്ട് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം അവർക്ക് ആവശ്യമുള്ള കമ്പോണന്റ് ഏതാണോ അത് കൊടുക്കുന്ന ആ ഒരു ലെവലിലോട്ട് മാറാനായിട്ട് തുടങ്ങി. പിന്നീട് പണ്ട് നമ്മൾ പറഞ്ഞു കുപ്പികളിലാണ് സൂക്ഷിച്ചിരുന്നത്. പിന്നീട് ഈ പറയുന്ന ബ്ലഡ് നമ്മൾ കളക്ട് ചെയ്യുന്നു, അതിനെ പല പല കമ്പോണൻസുകളായിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നു. സെപ്പറേറ്റ് ചെയ്തത് അത് എങ്ങനെ പറയുന്ന ഒരു ബാഗുകൾ, ബ്ലഡ് ബാഗുകളിലായിട്ടാണ് നമ്മളിത് സംഭരിച്ചു വെക്കുന്നത് കേട്ടോ. ഒരു മദർ ബാഗ് ഉണ്ടാവും, അതിന് സപ്ലിമെന്ററി ആയിട്ട് മറ്റു ബാഗ്സുകളൊക്കെ ഉണ്ടാവും. അങ്ങനെ പല പല കമ്പോണന്റുകളായിട്ട് തിരിച്ച് ആന്റി കൊയാഗുലന്റുമായിട്ട് മിക്സ് ചെയ്തുകൊണ്ടാണ് ബ്ലഡ് ബാങ്കിൽ എന്ത് ചെയ്യുന്നത്? ബ്ലഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ബ്ലഡ് നമുക്കറിയാലോ, സാധാരണ ഒരു മുറിവ് തന്നെ വന്ന ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ ബ്ലഡ് ക്ലോട്ട് ആയി പോകും അല്ലെ. അപ്പോ ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാനായിട്ട് ആന്റി കൊയാഗുലന്റുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഈ പറയുന്ന കമ്പോണൻസുകളെല്ലാം തന്നെ ബ്ലഡ് ബാങ്കിനകത്ത് സൂക്ഷിക്കുന്നത്, സംഭരിച്ച് വെക്കുന്നത് കേട്ടോ. അപ്പോ നമ്മൾ നോക്കുമ്പോൾ ഒരു ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബ്ലഡ് കളക്ട് ചെയ്തു ആവശ്യക്കാർക്ക് വിതരണം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് മാത്രം സിമ്പിൾ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം. പക്ഷെ അങ്ങനെ മാത്രമല്ല, ഒരു ബ്ലഡ് ബാങ്ക് എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ. ഒത്തിരിയേറെ ഈ പറയുന്ന ടെസ്റ്റുകൾ, കമ്പാറ്റബിലിറ്റി ടെസ്റ്റുകളും പ്രീ ട്രാൻസ്ഫ്യൂഷൻ ടെസ്റ്റുകളും അങ്ങനെയുള്ള അതുപോലെ സ്ക്രീനിങ് ടെസ്റ്റുകൾ, ഓക്കെ, അതായത് ഈ ബ്ലഡിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടോ എന്ന് അറിയാനുള്ള സ്ക്രീനിങ് ടെസ്റ്റുകളും മറ്റുമൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്, ബ്ലഡ് ബാങ്കിനകത്ത് നടക്കുന്നുണ്ട്.
അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ, എളുപ്പമുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിക്കുന്നത്. പക്ഷെ അത്യാവശ്യം എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററും കൂടിയാണ് കേട്ടോ. അപ്പൊ നമുക്കത് പഠിക്കാം. ചാപ്റ്റർ നമ്പർ 4, ബ്ലഡ് ബാങ്ക്. ജസ്റ്റ് ആദ്യം ഇൻട്രൊഡക്ഷൻ ഒന്ന് വായിക്കാം. The term blood bank generally refers to a department of a hospital, usually within a clinical pathology laboratory, where the storage of blood product takes place and where pre-transfusion and blood compatibility testing is executed. പറ്റിയൊരു സെന്റൻസ് ആണ് അല്ലെ. ഓക്കെ, എന്താണ് ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ബ്ലഡ് ബാങ്ക് ഇസ് എ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എ ഹോസ്പിറ്റൽ അല്ലെ, ഒരു ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് ആണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. യൂഷ്വലി ഈ ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് ക്ലിനിക്കൽ പാത്തോളജി ലാബ് അല്ലെ. ഇതും ഒരു എന്താണ്, ഒരു ക്ലിനിക്കൽ പാത്തോളജി ലാബ് എന്ന് തന്നെ നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം. കാര്യം എന്താണ്, ലാബിന് സാധാരണ എന്തൊക്കെയാ ചെയ്യുന്നത്, ഈ പറയുന്ന ക്ലിനിക്കൽ സ്പെസിമെൻസും മറ്റുമൊക്കെ ടെസ്റ്റ് ചെയ്യുന്നു, പ്രത്യേകിച്ച് ബ്ലഡും അല്ലെ മറ്റുള്ള ബയോളജിക്കൽ സ്പെസിമെൻസ് ഒക്കെ ടെസ്റ്റ് ചെയ്യുന്ന സ്ഥലമാണ് ലാബ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ ഒരു ലാബ് പോലെ തന്നെയാണ് ബ്ലഡ് ബാങ്ക്. കാര്യം എന്താണ്, ബ്ലഡ് ബാങ്കിനകത്ത് ബ്ലഡ് കളക്ട് ചെയ്ത് വെക്കുക മാത്രമല്ല, നമ്മളൊരാൾക്ക് അത് ഡൊണേറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് ധാരാളം ടെസ്റ്റുകളും കാര്യങ്ങളും ലാബിൽ എന്ന പോലെ എല്ലാവിധ ടെസ്റ്റുകളും കാര്യങ്ങളും അവിടെ ചെയ്യുന്നുണ്ട്. സോ എന്താണ്, ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് ക്ലിനിക്കൽ പാത്തോളജി ലബോറട്ടറി. ഒരു ക്ലിനിക്കൽ പാത്തോളജി ലാബിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ത്, ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്, where the storage of blood product takes place അല്ലെ. ബ്ലഡ് പ്രോഡക്റ്റ് മീൻസ് എന്താണ്, ബ്ലഡ് കമ്പോണൻസ് അല്ലെ. നമ്മൾ ഈ പറയുന്ന RBC, WBC ഇങ്ങനെയൊക്കെയുള്ള ബ്ലഡ് പ്രോഡക്റ്റുകളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെയാണ്, where the pre-transfusion and blood compatibility testing is executed അല്ലെ. അവിടെ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്രീ ട്രാൻസ്ഫ്യൂഷൻ, ആദ്യം എന്താണ് ട്രാൻസ്ഫ്യൂഷൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, എന്താണ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചാപ്റ്ററിൽ ഉണ്ട് കേട്ടോ, വരുന്നുണ്ട് പഠിക്കാനായിട്ട്. ട്രാൻസ്ഫ്യൂഷൻ മീൻസ് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് ദ ബ്ലഡ് കമ്പോണൻസ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ പേഴ്സൺ. അതായത് നമ്മൾ ഈ പറയുന്ന ബ്ലഡ് കമ്പോണൻസുകള് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരാളിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രാൻസ്ഫ്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, it is the process of transferring the blood components from one person to another person. അഥവാ നമുക്ക് എന്ത് പറയാം, it is the process of transferring blood components from donor to recipient അല്ലെ. ബ്ലഡ് കൊടുക്കുന്ന വ്യക്തിനെ നമ്മൾ ഡോണർ എന്നും സ്വീകരിക്കുന്ന വ്യക്തിനെ നമ്മൾ റെസിപ്പിയന്റ് എന്നും പറയും അല്ലെ, ദാതാവും സ്വീകർത്താവും അല്ലെ. അപ്പൊ പലർക്കും ഒരു സംശയമാണ്, ഈ ബ്ലഡ് ഡൊണേഷൻ എന്ന് പറയുന്നതും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നതും സെയിം ആണോ? ഇത് രണ്ടും വ്യത്യാസമുണ്ട്, ചെറിയൊരു വ്യത്യാസമുണ്ട്. ബ്ലഡ് ഡൊണേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ട്രാൻസ്ഫർ ഓഫ് ബ്ലഡ് ടു ദ ഏതെങ്കിലും ബ്ലഡ് ബാങ്കിലോട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലഡ് സർവീസ് ഇങ്ങനെയുള്ള ഫെസിലിറ്റികളിലേക്ക് നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യില്ലേ, അതാണ് ബ്ലഡ് ഡൊണേഷൻ ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു വ്യക്തിയിൽ നിന്ന് വ്യക്തിയിലേക്ക് കൊടുക്കുന്നതിന് പൊതുവെ അങ്ങനെ പറയാറില്ല. നമ്മളൊരാളിൽ നിന്ന് ബ്ലഡ് ബാങ്കിലോട്ടോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ബ്ലഡ് സർവീസ് ചെയ്യുന്ന ഫെസിലിറ്റികളിലൊക്കെ നമ്മൾ ബ്ലഡ് കൊടുക്കുന്നില്ലേ, അതൊരു വോളണ്ടറി പ്രോസസ് ആണ് കേട്ടോ. അതിനെയാണ് ബ്ലഡ് ഡൊണേഷൻ എന്ന് പറയുന്നത്. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലോട്ട് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു പ്രോസസ് ഉണ്ടല്ലോ, ദാറ്റ് ഈസ് കോൾഡ് ട്രാൻസ്ഫ്യൂഷൻ. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത്, പ്രീ ട്രാൻസ്ഫ്യൂഷൻ. പ്രീ മീൻസ് ട്രാൻസ്ഫ്യൂഷന് മുമ്പാണ് അല്ലെ. അപ്പൊ പ്രീ ട്രാൻസ്ഫ്യൂഷൻ ആൻഡ് ബ്ലഡ് കമ്പാറ്റബിലിറ്റി ടെസ്റ്റിംഗ് ഈസ് എക്സിക്യൂട്ടഡ്. എന്തൊക്കെ ചെയ്യുന്നുണ്ട് അവിടെ, പ്രീ ട്രാൻസ്ഫ്യൂഷൻ ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ട്. നമുക്ക് ഓടിപ്പോയ ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്താൻ പറ്റുമോ? ഇല്ല. ഒരുപാട് കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കണോ അല്ലെ. നമ്മൾ കൊടുക്കുന്ന ബ്ലഡ് ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം അല്ലെ. ഒത്തിരി കാര്യങ്ങൾ നോക്കണം, ബ്ലഡിന്റെ ഗ്രൂപ്പ് നോക്കണം അല്ലെ, അതുപോലെ അതിന്റെ ആർച്ച് ടൈപ്പിംഗ് ടെസ്റ്റുകൾ നടത്തണം, ഗ്രൂപ്പിന്റെ മാച്ചിങ്ങും കാര്യങ്ങളൊക്കെ നോക്കണം, ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ് അതിനകത്തുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്താനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പ്രീ ട്രാൻസ്ഫ്യൂഷൻ ടെസ്റ്റുകളും അതുപോലെ ബ്ലഡ് കമ്പാറ്റബിലിറ്റി ടെസ്റ്റിംഗ്. കമ്പാറ്റബിലിറ്റി മീൻസ് നമ്മൾ പറയുന്നത് അനുയോജ്യത പരിശോധനകള്. എല്ലാവർക്കും എല്ലാ ബ്ലഡ് കൊടുക്കാനും എല്ലാവർക്കും എല്ലാ ബ്ലഡ് ഗ്രൂപ്പും സ്വീകരിക്കാനൊന്നും സാധിക്കില്ല അല്ലെ.
അപ്പൊ നമ്മൾ കൃത്യമായിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പുകളൊക്കെ നോക്കി മാച്ച് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അതാണ് കമ്പാറ്റബിലിറ്റി, രക്ത അനുയോജ്യത പരിശോധനകള്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രീ ട്രാൻസ്ഫ്യൂഷൻ ടെസ്റ്റുകളും ബ്ലഡ് കമ്പാറ്റബിലിറ്റി ടെസ്റ്റുകളും ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയുള്ളൂ എന്ത് ബ്ലഡ് ബാങ്ക് എന്നത്. വെറുതെ സ്റ്റോർ ചെയ്ത് വെക്കാം, ആവശ്യക്കാർക്ക് വിതരണം ചെയ്യൽ മാത്രമല്ല അവിടെ പ്രീ ട്രാൻസ്ഫ്യൂഷൻ ടെസ്റ്റുകളും കമ്പാറ്റബിലിറ്റി ടെസ്റ്റുകളൊക്കെ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ക്ലിനിക്കൽ പാത്തോളജി ലാബിന്റെ ഭാഗമാണ് എന്തെന്ന് പറയുന്നത് ബ്ലഡ് ബാങ്ക്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി എന്താ പറയുന്നത്, ബ്ലഡ് ബാങ്കിങ് ഇൻവോൾവ്സ് ദ ടാസ്ക് റിലേറ്റഡ് ടു ബ്ലഡ് കളക്ഷൻ, പ്രോസസിംഗ്, ടെസ്റ്റിംഗ്, സെപ്പറേഷൻ ആൻഡ് സ്റ്റോറേജ്. ഇപ്പൊ പറഞ്ഞ അതേ കാര്യങ്ങളൊക്കെ തന്നെ അല്ലെ. ബ്ലഡ് കളക്ട് ചെയ്യുന്നുണ്ട്, അത് പ്രോസസ് ചെയ്യുന്നുണ്ട് അല്ലെ, ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, സെപ്പറേഷൻ ചെയ്യുന്നുണ്ട് അല്ലെ, നമ്മൾ വിവിധ കമ്പോണന്റുകളായിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നു, ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഓക്കെ, ഇത്രയൊക്കെ നടക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. WHO developed a global approach to blood safety to contain the burden of diseases due to unsafe blood transfusion. Okay, നമുക്കറിയാം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, നമ്മുടെ ലോകാരോഗ്യ സംഘടന ഈ പറയുന്ന എന്താണ് സുരക്ഷിതമല്ലാത്ത ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ മൂലം ഉണ്ടായേക്കാവുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയൊരു ഗ്ലോബൽ അപ്രോച്ച്, ഒരു കൃത്യമായിട്ടുള്ള ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോൾസും കാര്യങ്ങളൊക്കെ ആര് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അല്ലെ, നമ്മുടെ ലോകാരോഗ്യ സംഘടന മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് ശരിയായ രീതിയിൽ നമ്മൾ പ്രോപ്പർ അല്ലാന്നുണ്ടെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ മൂലം ഒരുപാട് അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അത് വലിയ റിസ്കി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ വളരെ ഏറ്റവും സേഫ് ആയിട്ടുള്ള രീതിയിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ എന്താണ് കാര്യങ്ങളും അല്ലെ, പ്രോട്ടോകോൾസ്, പ്രൊസീജിയേഴ്സ്, അപ്രോച്ചസുകൾ എല്ലാം തന്നെ നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇനി പറയുന്ന പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. An average person carries almost 5 liters of blood. It circulates the body through blood vessels and is pumped through the heart. Okay, ഇപ്പൊ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒരു ശരാശരി ആരോഗ്യവാനായിട്ടുള്ള ഒരാളുടെ ശരീരത്തില് എത്ര ലിറ്റർ ബ്ലഡ് ഉണ്ടായിരിക്കും? 5 liters കേട്ടോ. ടെക്സ്റ്റ് കണ്ടെങ്കിൽ 5 liters കേട്ടോ. 5 liters ഓഫ് ബ്ലഡ് ഉണ്ടായിരിക്കും. ഈ ബ്ലഡ് നമ്മുടെ ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം അല്ലെ, നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിന്റെ ഭാഗങ്ങൾ ആരൊക്കെയാണ്? ബ്ലഡ്, ബ്ലഡ് വെസൽസ് ആൻഡ് ഹാർട്ട്. ഇതല്ലേ നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം അല്ലെ. ആരൊക്കെയാണ് നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിലെ കമ്പോണന്റ്? ബ്ലഡ് ഉണ്ട്, ബ്ലഡ് വെസൽസ് ഉണ്ട്, പമ്പിംഗ് ഓർഗൻ ആരാണ്? ഹാർട്ട്. ഹാർട്ട് പമ്പ് ചെയ്യുന്നു, ബ്ലഡ് നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് വെസൽസിലൂടെ സർക്കുലേറ്റ് ചെയ്യുന്നു അല്ലെ. ഓക്കെ, അപ്പൊ ഇത്രയുള്ള ബ്ലഡ് ബാങ്കിനെ പറ്റി നമുക്ക് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് കേട്ടോ അവിടെ പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി, നിങ്ങള് ഇൻട്രൊഡക്ഷൻ ഒന്ന് വായിച്ചു നോക്കി. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വരുന്നത് വാട്ട് ആർ ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് ബ്ലഡ് ബാങ്ക് കേട്ടോ. ഇനി നമ്മൾ പഠിക്കുന്നത് ബ്ലഡ് ബാങ്കിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസുകളാണ് കേട്ടോ, പ്രവർത്തനങ്ങളാണ്. എന്തൊക്കെയാണ് ഒരു ബ്ലഡ് ബാങ്കിന്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് നോക്കാം. ദ ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്ക് ഫങ്ഷൻസ് ആർ ഫസ്റ്റ് പോയിന്റ് സ്വിഫ്റ്റ് റെസ്പോൺസ് ടു അർജന്റ് റിക്വസ്റ്റ് ഫോർ ദ blood components അല്ലെ. സ്വിഫ്റ്റ് റെസ്പോൺസ് ടു അർജന്റ് റിക്വസ്റ്റ് ഫോർ ദ ബ്ലഡ് കമ്പോണൻസ് അല്ലെ. ബ്ലഡ് കമ്പോണൻസ് ആവശ്യമായിട്ട് വരുന്ന എമർജൻസി സിറ്റുവേഷൻസിൽ എത്രയും പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളത് ബ്ലഡ് ബാങ്കിന്റെ ഫംഗ്ഷൻ ആണ് അല്ലെ. നമുക്കറിയാം ഒരു ബ്ലഡ് ആവശ്യമായിട്ട് വരുന്ന സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എമർജൻസി സാഹചര്യങ്ങളിലാണ് നമുക്ക് ബ്ലഡ് ആവശ്യമായിട്ട് വരുന്നത് അല്ലെ. എന്തെങ്കിലും വലിയ കോംപ്ലിക്കേറ്റഡ് സർജറിയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ വല്ല ആക്സിഡന്റ് ഒക്കെ സംഭവിച്ച് സിവിയർ ബ്ലഡ് ലോസ് ഒക്കെ വന്ന് ജീവൻ അപകടത്തിലാവുന്ന പേഷ്യൻസിനൊക്കെ കൊണ്ടുവരുമ്പോഴൊക്കെ നമുക്ക് ബ്ലഡ് പെട്ടെന്ന് ആവശ്യമായിട്ട് വരും അല്ലെ. എന്തായാലും എമർജൻസി സിറ്റുവേഷനിലാണ്. അപ്പൊ അങ്ങനെ ഈ പറയുന്ന ബ്ലഡ് കമ്പോണൻസ് ആവശ്യമായിട്ട് വരുന്ന അടിയന്തര സാഹചര്യങ്ങളില് എത്രയും പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളത് ആരുടെ ഫംഗ്ഷൻ ആണ്? ബ്ലഡ് ബാങ്കിന്റെ ഫംഗ്ഷൻ ആണ് അല്ലെ. അത് നമ്മുടെ ബ്ലഡ് ബാങ്കിൽ വരുമ്പോ നാളെ വാ മറ്റന്നാൾ വാന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അങ്ങനെയുള്ള സ്ഥലമാണോ? അല്ല.
സ്വിഫ്റ്റ് റെസ്പോൺസ് അല്ലെ, അതാണ് ഒന്നാമത്തെ അവരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പെട്ടെന്ന് തന്നെ റെസ്പോൺസ് ചെയ്യുക എന്നുള്ളത് ബ്ലഡ് ബാങ്കിന്റെ ഫംഗ്ഷൻ ആണ്. രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ, വാലിഡേറ്റിംഗ് പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിൾസ് ആൻഡ് റിക്വസ്റ്റ് ടു റിസർവ് ദ ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്റ്റ്. വാലിഡേറ്റിംഗ് പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിൾ, ട്രാൻസ്ഫ്യൂഷൻ എന്താ നമ്മൾ പറഞ്ഞതാണ് അല്ലെ. അപ്പൊ ട്രാൻസ്ഫ്യൂഷന് മുൻപായിട്ട് ഈ പറയുന്ന ബ്ലഡ് സാമ്പിളുകൾ കൃത്യമായിട്ട് വാലിഡേറ്റ് ചെയ്യുക അല്ലെ, ചെക്ക് ചെയ്യുക. എന്തൊക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്, നമുക്കറിയാലോ. ബ്ലഡ് കമ്പാറ്റബിലിറ്റി ടെസ്റ്റുകളും ട്രാൻസ്ഫ്യൂഷൻ ടെസ്റ്റുകളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ട്രാൻസ്ഫ്യൂഷൻ പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിളുകൾ കൃത്യമായിട്ട് അത് വാലിഡേറ്റ് ചെയ്യുക. അതുപോലെ ആവശ്യത്തിനനുസരിച്ച് ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്റ്റുകൾ നമ്മുടെ ബ്ലഡ് ബാങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കുക, റിസർവ് ചെയ്ത് വെക്കുക എന്നുള്ളത് ബ്ലഡ് ബാങ്കിന്റെ ഫംഗ്ഷൻ ആണ്. ഓക്കെ, തേർഡ് പോയിന്റ് എന്താണ്, ഇവാലുവേഷൻ ഓഫ് ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി ബിറ്റ്വീൻ ദ ഡോണർ ആൻഡ് ദ പേഷ്യന്റ്. അതുപോലെ തന്നെ നമ്മൾ ഒരു ബ്ലഡ് ഒരു ഡോണറിൽ നിന്ന് ഒരു റെസിപ്പിയന്റ് എന്തായാലും ഒരു പേഷ്യന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അവരിലേക്ക് നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് എന്ത് വേണം, ഇവാലുവേഷൻ ഓഫ് ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി, അതായത് അവരുടെ ഒരു സ്യൂട്ടബിലിറ്റി ചെക്ക് ചെയ്യണം അല്ലെ. ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി നേരത്തെ നമ്മൾ പറഞ്ഞ കമ്പാറ്റബിലിറ്റി തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ഡോണറും റെസിപ്പിയന്റും തമ്മിലുള്ള ആ ഒരു ബ്ലഡ് ഗ്രൂപ്പുകളുടെ മാച്ചിങ്ങും കാര്യങ്ങളും നോക്കണം അല്ലെ. അതുകൂടാതെ അവരുടെ പ്രതിരോധപരമായിട്ടുള്ള ഒരു സ്യൂട്ടബിലിറ്റിയും കൂടെ അവിടെ ഉറപ്പുവരുത്തണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഞാന് വേറൊരാളിൽ നിന്ന് ബ്ലഡ് സ്വീകരിക്കാണെന്നിരിക്കട്ടെ. സ്വാഭാവികമായിട്ടും ബ്ലഡ് നമ്മൾ നോക്കുന്നു, ബ്ലഡ് ഗ്രൂപ്പ് മറ്റു മാച്ചിങ് ആണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ബ്ലഡ് നമ്മൾ സ്വീകരിക്കുകയാണ് എങ്കിൽ കൂടിയും എന്റെ ബോഡിയെ സംബന്ധിച്ച് ഒരു ഫോറിൻ ബ്ലഡ് ആണ് ഞാൻ കളക്ട് ചെയ്യുന്നത് അല്ലെ. എന്റെ ശരീരത്തിലേക്ക് വരുന്നത് എന്റെ ശരീരത്തിലേതല്ലാത്ത ഒരു ബ്ലഡിനെയാണ് ഞാൻ കളക്ട് ചെയ്യുന്നത്. കാര്യം ബ്ലഡ് ഗ്രൂപ്പ് ഒക്കെയാണ്, ഇപ്പൊ മാച്ചിങ് ഒക്കെയാണ്, എങ്കിൽ കൂടിയും എന്റെ ശരീരത്തിൻ്റെതല്ലാത്ത ഒരു ബ്ലഡാണ് ഞാൻ കളക്ട് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ ബ്ലഡ് സ്വീകരിക്കുന്ന സമയത്ത് ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസുകൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം. ചെറിയ രീതിയിൽ, ചെറുത് തൊട്ട് വലുത് വരെയൊക്കെ ഉണ്ടാകാറുണ്ട്. വളരെ മൈൽഡ് ആയിട്ടുള്ളത് തൊട്ട് ഉള്ള ചെറിയ ചെറിയ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ, നമ്മൾ ആ ബ്ലഡ് നമ്മുടെ ശരീരത്തിലോട്ട് വരുമ്പോൾ ചിലപ്പോൾ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ചെറിയ ചില അസ്വസ്ഥതകളൊക്കെ നമുക്ക് ഉണ്ടായേക്കാം. അതേസമയം നമ്മൾ സ്വീകരിക്കുന്ന വ്യക്തിയുടെ ഇമ്മ്യൂണോളജി ഏകദേശം സിമിലർ ആണെങ്കിൽ ഇങ്ങനെയുള്ള ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസുകളെ നമുക്ക് ഓവർകം ചെയ്തു പോകാനായിട്ട് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. എന്ന് വെച്ചാൽ രണ്ടുപേരുടെയും തമ്മിലുള്ള ഒരു ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി സിമിലർ ആണെങ്കിൽ, ആ പ്രതിരോധപരമായിട്ടുള്ള സ്യൂട്ടബിലിറ്റി സിമിലർ ആണെങ്കിൽ നമുക്ക് ഈ രീതിയിലുള്ള ചെറിയ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസുകളുടെ ഒക്കെ ആ ഒരു ഇഫക്റ്റ് നമുക്ക് കുറച്ചൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇവാലുവേഷൻ ഓഫ് ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി ബിറ്റ്വീൻ ദ ഡോണർ ആൻഡ് പേഷ്യന്റ്. ഒരു ഡോണറിനും പേഷ്യന്റിനും ഇടയിലുള്ള അവരുടെ ഒരു പ്രതിരോധപരമായിട്ടുള്ള സ്യൂട്ടബിലിറ്റി അത് കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യുക, ചെക്ക് ചെയ്യുക. ഓക്കെ, പിന്നെന്താണ്, choosing of suitable blood components for each clinical condition. അതാണ് ഞാൻ തുടക്കം ഒരു കാര്യം പറഞ്ഞത്. എല്ലാവർക്കും എല്ലാ കമ്പോണന്റും ഒന്നും ആവശ്യമില്ല അല്ലെ. ആവശ്യമുള്ള കമ്പോണന്റ് ഏതാണോ അത് അവർക്ക് സപ്ലൈ ചെയ്യാനുള്ളതാണ്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഈച്ച് ക്ലിനിക്കൽ കണ്ടീഷൻ, ഓരോ ക്ലിനിക്കൽ കണ്ടീഷൻസ് അനുസരിച്ചുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള ബ്ലഡ് കമ്പോണന്റുകൾ ചൂസ് ചെയ്യുക എന്നുള്ളതും ബ്ലഡ് ബാങ്കിന്റെ ഒരു ഫംഗ്ഷൻ ആണ് അല്ലെ. ഓരോരുത്തർക്ക് അനീമിക് ആയിട്ടുള്ള ഒരു പേഷ്യന്റിനെ സംബന്ധിച്ച് അവർക്ക് കൊടുക്കേണ്ടത് RBC എന്ന് പറയുന്ന കമ്പോണന്റ് ആണ്. ലിവർ ഡിസീസ് ആയിട്ടുള്ള ഒരു കേസ് ആണെങ്കിൽ അവർക്ക് ഒരു പക്ഷേ പ്ലാസ്മ എന്ന് പറയുന്ന കമ്പോണന്റ് ആണ് ആവശ്യമായിട്ട് വരിക. അപ്പൊ ഓരോരുത്തരുടെയും ക്ലിനിക്കൽ കണ്ടീഷൻസ് വ്യത്യാസമുണ്ട് അല്ലെ. അപ്പൊ ഓരോ ക്ലിനിക്കൽ കണ്ടീഷൻസിനും അനുയോജ്യമായിട്ടുള്ള ബ്ലഡ് കമ്പോണൻസുകൾ തെരഞ്ഞെടുക്കുക എന്നുള്ളതും ബ്ലഡ് ബാങ്കിന്റെ ഫംഗ്ഷനിൽ വരുന്ന കാര്യമാണ്. പിന്നെ അടുത്തെന്താണ്, കോഷ്യസ് ഡെലിവറി ആൻഡ് ഹാൻഡ്ലിംഗ് ഓഫ് ബ്ലഡ് കമ്പോണൻസ്. അതുപോലെ ഈ ബ്ലഡ് കമ്പോണൻസുകളൊക്കെ കൈകാര്യം ചെയ്യുമ്പോഴും വിതരണം ചെയ്യുമ്പോഴും സേഫ്റ്റി ഉറപ്പുവരുത്തണം അല്ലെ. വളരെ കോഷ്യസ് ആയിട്ട് വളരെ കെയർഫുൾ ആയിട്ട് വേണം നമ്മൾ ഈ പറയുന്ന ബ്ലഡ് കമ്പോണൻസുകളുടെ വിതരണവും അതിന്റെ കൈകാര്യം ചെയ്യലും ഹാൻഡിലൊക്കെ ചെയ്യുമ്പോൾ വളരെയധികം സേഫ് ആയിട്ട് കെയർഫുൾ ആയിട്ട് വേണം അത് ഹാൻഡിൽ ചെയ്യാനായിട്ട്. ഓക്കെ, അടുത്തത് എന്താണ്, ഇൻവെന്ററി ആൻഡ് സ്റ്റോക്ക് മാനേജ്മെന്റ് ഓഫ് ബ്ലഡ് ആൻഡ് ഇറ്റ്സ് എലമെന്റ്സ്. എന്താണ് ഇൻവെന്ററി ആൻഡ് സ്റ്റോക്ക് മാനേജ്മെന്റ് ഓഫ് ബ്ലഡ് ആൻഡ് ഇറ്റ്സ് എലമെന്റ്സ് കേട്ടോ. ഇൻവെന്ററി ആൻഡ് സ്റ്റോക്ക് മാനേജ്മെന്റ് നമുക്കറിയാം. ബ്ലഡ് ബാങ്കിനകത്തുള്ള ബ്ലഡിന്റെ
മറ്റു ബ്ലഡ് കമ്പോണൻസുകളുടെ സ്റ്റോക്ക് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യുക അല്ലെ. ഓരോ കമ്പോണന്റ് നമുക്കറിയാം ഇത് പോകുന്ന ബ്ലഡ് ആവശ്യക്കാർ വന്ന് കൊണ്ടുപോകും. അതിനനുസരിച്ച് ഓരോ കമ്പോണന്റുകൾ പ്രോപ്പർ ആയിട്ട് സ്റ്റോക്ക് ചെയ്ത് വെക്കണം അല്ലെ. തീർന്നു പോകുമ്പോൾ കറക്റ്റ് ആയിട്ട് അത് കളക്ട് ചെയ്തത് വെക്കാം. ആ ഇൻവെന്ററി സ്റ്റോക്ക് മാനേജ്മെന്റ് ബ്ലഡ് ബാങ്കില് ഓരോ ബ്ലഡ് കമ്പോണൻസിന്റെ സ്റ്റോക്ക് മാനേജ്മെന്റ് പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും ബ്ലഡ് ബാങ്കിന്റെ ഫംഗ്ഷൻ ആണ്. പിന്നെന്താണ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ്സ് അല്ലെ. ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ്സുമായിട്ട് കമ്മ്യൂണിക്കേഷൻ. ആരാണ് ഈ ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ്സ് എന്നൊക്കെ പറയുന്നത്? അതായത് നമുക്കറിയാം നമ്മള് ഈ എന്താണ് ഈ ബ്ലഡ് ഡൊണേഷൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ക്ലബ്ബുകള്, സംഘടനകള് അല്ലെ, അങ്ങനെയുള്ള ഓർഗനൈസേഷൻസുകളൊക്കെ ധാരാളം പ്രവർത്തിക്കുന്നുണ്ട്. യൂത്തിന്റെ ക്ലബ്ബുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. ഇതൊക്കെ ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ്സ് ആണ്. നമുക്ക് പെട്ടെന്ന് ബ്ലഡ് കിട്ടാനും അല്ലെങ്കിൽ ബ്ലഡ് ഡൊണേഷൻ ഇന്നിപ്പോ കൂടുതലും ആളുകൾ അങ്ങനെയുള്ള ക്ലബ്ബുകളുണ്ട്, ഓർഗനൈസേഷൻസുകളുണ്ട്, കൂട്ടായ്മകളൊക്കെ ഉണ്ട് അല്ലെ. അതൊക്കെ എന്താണ് ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ്സ് ആണ്. പെട്ടെന്ന് നമുക്ക് ബ്ലഡ് ആവശ്യമായിട്ട് വരുമ്പോൾ പെട്ടെന്ന് കളക്ട് ചെയ്യാനും അതിനും മറ്റുമായിട്ടൊക്കെയുള്ള സന്നദ്ധ സംഘടനകള്, അങ്ങനെയുള്ള ക്ലബ്ബുകള്, അവരൊക്കെയാണ് ഈ ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത്തരത്തില് ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ്സുകളുമായിട്ട് ബ്ലഡ് ബാങ്കിന് ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. ബ്ലഡ് ബാങ്കിനകത്ത് ഇപ്പൊ എന്തെങ്കിലും ഒരു കമ്പോണന്റുകൾ തീർന്നു പോവാണ് അല്ലെങ്കിൽ സ്റ്റോക്ക് ഔട്ട് ആവുന്ന സാഹചര്യങ്ങൾ പെട്ടെന്ന് ആ ഒരു ബ്ലഡ് കമ്പോണന്റ് അല്ലെങ്കിൽ ബ്ലഡ് വേണം. ഇങ്ങനെയുള്ള ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ്സുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ അവരുമായിട്ടൊരു റിലേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ബ്ലഡ് കളക്ട് ചെയ്യാനും അതുപോലെ തന്നെ അത് സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ നമുക്ക് എളുപ്പമായിരിക്കും അല്ലെ. അപ്പോ ഒരു ബ്ലഡ് ബാങ്ക് എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, ഇങ്ങനെയുള്ള നമ്മുടെ സൊസൈറ്റിയിലും മറ്റൊക്കെ പ്രവർത്തിക്കുന്ന ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ്സും ഒക്കെ ആയിട്ട് പ്രോപ്പർ ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കേണ്ടതും ബ്ലഡ് ബാങ്കിന്റെ ഫംഗ്ഷനിൽ വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ബ്ലഡ് ബാങ്കിന്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞത്, ബ്ലഡ് കമ്പോണൻസ് ആവശ്യമായിട്ട് വരുന്ന സാഹചര്യങ്ങൾ പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യുക, അതുപോലെ തന്നെ പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിളുകൾ ചെക്ക് ചെയ്യുക, ആവശ്യത്തിനനുസരിച്ച് ബ്ലഡ് ബാങ്കിലെ കമ്പോണന്റുകൾ സ്റ്റോർ ചെയ്ത് വെക്കുക, അതുപോലെ ഒരു ഡോണറിന്റെയും പേഷ്യന്റിന്റെ ഇടയിലുള്ള ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി കറക്റ്റ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യുക, ഓരോരുത്തരുടെയും ക്ലിനിക്കൽ കണ്ടീഷൻസിന് അനുയോജ്യമായിട്ടുള്ള ബ്ലഡ് കമ്പോണൻസുകൾ തെരഞ്ഞെടുക്കുക, അതുപോലെ ബ്ലഡും ബ്ലഡ് കമ്പോണൻസ് കൈകാര്യം ചെയ്യുമ്പോഴും വിതരണം ചെയ്യുമ്പോഴും സേഫ്റ്റി അല്ലെ, ആ ഒരു സേഫ്റ്റി ഉറപ്പുവരുത്തുക, വളരെ കോഷ്യസ് ആയിട്ട് അത് കൈകാര്യം ചെയ്യുക, കെയർഫുൾ ആയിട്ട് കൈകാര്യം ചെയ്യുക. പിന്നെ കൃത്യമായിട്ട് ബ്ലഡ് ബാങ്കിനകത്ത് ബ്ലഡ് കമ്പോണൻസുകളുടെ സ്റ്റോക്ക് മാനേജ്മെന്റ് കറക്റ്റ് ആയിട്ട് നിലനിർത്തുക, അതുപോലെ ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ്സുകളുമായിട്ട് കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടായിരിക്കുക. ദീസ് ആർ ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് ദ ബ്ലഡ് ബാങ്ക്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ ആണോ? വായിച്ചു നോക്കിയേ, ലിസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. നെക്സ്റ്റ് വരുന്നത് ലൊക്കേഷൻ ആണ് കേട്ടോ. നമ്മളിപ്പോ ഓരോ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ പഠിക്കുമ്പോൾ അതിന്റെയൊക്കെ ലൊക്കേഷൻ ഒക്കെ ഒന്ന് കുറെ എണ്ണത്തിൽ ലൊക്കേഷൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിനകത്ത് നോക്കാം, ടിപ്പിക്കലി ഷുഡ് ബി സിറ്റുവേറ്റഡ് ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ അല്ലെ. നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചത് ഫാർമസി ആയിരുന്നു. ഫാർമസിയുടെ ഐഡിയൽ ലൊക്കേഷൻ ഓർമ്മയുണ്ടോ? എവിടെയായിരുന്നു? ഫസ്റ്റ് ഓർ ഗ്രൗണ്ട് ഓർ ഫസ്റ്റ് ഫ്ലോർ എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലെ. ഓക്കെ, അപ്പൊ ഐഡിയൽ ലൊക്കേഷൻ ഓഫ് ബ്ലഡ് ബാങ്ക് ഏതാണ് പറയുന്നത്? ഗ്രൗണ്ട് ഫ്ലോർ ആണ് കേട്ടോ. ഓക്കെ, ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. ടിപ്പിക്കലി ഷുഡ് ബി സിറ്റുവേറ്റഡ് ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ. ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഇതിന്റെ ഒരു ബ്ലഡ് ബാങ്കിന്റെ ഐഡിയൽ ലൊക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത എന്താണ്? ഈസി വിസിബിലിറ്റി. ഇതാണ് ഈസി വിസിബിലിറ്റി. ദാറ്റ് മീൻസ് ഒരു ബ്ലഡ് ബാങ്കിന്റെ ലൊക്കേഷൻ എപ്പോഴും എങ്ങനെയായിരിക്കണം? ഈസി വിസിബിൾ ആയിരിക്കണം, പെട്ടെന്ന് കാണാൻ കഴിയുന്ന സ്ഥലത്ത് അല്ലെ. ഈസി വിസിബിൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷനിലായിരിക്കണം ഒരു ബ്ലഡ് ബാങ്ക് ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, പിന്നെ എന്തുകൊണ്ടായിരിക്കും? അതായത് ബ്ലഡ് ബാങ്കിലേക്ക് വരുന്നത് എമർജൻസി സിറ്റുവേഷനിലാണെന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഈസി വിസിബിൾ ആവുന്ന സ്ഥലത്തായിരിക്കണം അതിന്റെ ലൊക്കേഷൻ. പെട്ടെന്ന് കാണാൻ പറ്റാത്ത സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ അന്വേഷിച്ച് നടക്കേണ്ടി വരും അല്ലെ. അപ്പൊ ഈസി വിസിബിലിറ്റി ആയിരിക്കണം. പിന്നെന്താണ്? ഇൻ നിയർ പ്രോക്സിമിറ്റി വിത്ത് ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, OT, that means ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ്, ഹോസ്പിറ്റൽസ്, ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. അതോടൊപ്പം തന്നെ ഒരു ബ്ലഡ് ബാങ്കിന്റെ സ്ഥലം അല്ലെങ്കിൽ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് എപ്പോഴും എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അല്ലെ. നമ്മൾ കാഷ്വാലിറ്റി എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ ഓപ്പറേഷൻ തിയേറ്റർ, പിന്നെ ഹോസ്പിറ്റലിന്റെ മറ്റ്
ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ്സുകളോട് സമീപത്തായിട്ടായിരിക്കണം, അതിനോട് സമീപമായിട്ടായിരിക്കണം ഒരു ബ്ലഡ് ബാങ്കിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. അത് ഈസി വിസിബിൾ ആയിരിക്കണം എന്നുള്ളത് ശ്രദ്ധിക്കണം. പിന്നെ അടുത്തത് എന്താണ്? ഇറ്റ് വിൽ ഹാവ് എ ഡിസ്റ്റിങ്ക്ട് എൻട്രി ആൻഡ് എക്സിറ്റ് വിത്ത് വൈഡ് കോറിഡോർസ് ആൻഡ് വെയിറ്റിംഗ് സ്പേസ് ടു കർട്ടെയിൽ ദ ട്രാഫിക് കൺജഷൻ. അതുകൂടാതെ ഒരു ബ്ലഡ് ബാങ്കിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ എൻട്രിയും എക്സിറ്റും ഒക്കെ ഉണ്ടായിരിക്കണം. ഡിസ്റ്റിങ്ക്ട് എൻട്രി ആൻഡ് എക്സിറ്റ് ഉണ്ടായിരിക്കണം അല്ലെ. അതായത് പോകുന്നതിനും വരുന്നതിനും മറ്റുമായിട്ട് ഈ പറയുന്ന പോലെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ എൻട്രിയും എക്സിറ്റും അവിടെ ഉണ്ടായിരിക്കണം. വിത്ത് വൈഡ് കോറിഡോർസ് ആൻഡ് വെയിറ്റിംഗ് സ്പേസ്, അത്യാവശ്യം വിശാലമായിട്ടുള്ള എന്താണ് കോറിഡോർസുകളും അതുപോലെ വെയിറ്റിംഗ് സ്പേസ് ഒക്കെ അവിടെ ഉണ്ടായിരിക്കണം. ഇതിന് വേണ്ടിയിട്ടാണ് ടു റിഡ്യൂസ് ദ ട്രാഫിക് കൺജഷൻ അല്ലെ. ട്രാഫിക് കൺജഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ വാഹനങ്ങൾ വരുന്നു, പേഷ്യൻസ് വരുന്നു, എല്ലാവരും ഒരേ സ്ഥലത്ത് കൂടെ പോവുകയും വരികയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ട്രാഫിക് കൺജഷൻ കൂടുതലായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എൻട്രിയും എക്സിറ്റും എന്നാൽ ആവശ്യത്തിനുള്ള വൈഡ് വിശാലമായിട്ടുള്ള വെയിറ്റിംഗ് സ്പേസ് ഒക്കെ അവിടെ ഉണ്ടായിരിക്കണം. അതായത് ഒരു ബ്ലഡ് ബാങ്കിലേക്ക് ഉണ്ടായിരിക്കേണ്ട ഫെസിലിറ്റികളും അതിന്റെ ലൊക്കേഷൻ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ പറയുന്നത് കേട്ടോ. പിന്നെ അടുത്ത എന്താണ്? ഇറ്റ് മസ്റ്റ് ബി സ്പേഷ്യസ് though with the minimum public entry so that there is no interference with the work of the lab technicians. അതുപോലെ ഒരു ബ്ലഡ് ബാങ്ക് എന്ന് പറയുമ്പോൾ that must be spacious ആയിരിക്കണം, അത്യാവശ്യം സ്പേഷ്യസ് ആയിരിക്കണം. എന്നാൽ എന്താണ്? though with the minimum public entry, മിനിമം പബ്ലിക് എൻട്രി മാത്രമേ അവിടെ അനുവദിക്കാൻ പാടുള്ളൂ അല്ലെ. ഒരുപാട് സ്പേഷ്യസ് ആണല്ലോ, ഒരുപാട് വിശാലമായിട്ട് സ്ഥലമുണ്ടെന്ന് പിന്നെ ആൾക്കാരെല്ലാവരും കൂടെ അങ്ങോട്ട് പൊക്കോട്ടെ അങ്ങനെ വിചാരിക്കരുതെന്ന്. മിനിമം പബ്ലിക് എൻട്രി, അതായത് വളരെ കുറച്ച് പബ്ലിക് എൻട്രി മാത്രമേ അവിടെ അനുവദിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. കാര്യം എന്തുകൊണ്ടാണ്? there is no interference with the work of lab technician അല്ലെ. ലാബ് ടെക്നീഷ്യൻസിന്റെ ജോലികൾക്ക് തടസ്സം വരാത്ത രീതിയിൽ, അവരുടെ ജോലികൾക്ക് യാതൊരു തരത്തിലുള്ള ഇന്റർഫിയർ ചെയ്യാത്ത രീതിയിൽ മിനിമം പബ്ലിക് എൻട്രി മാത്രമേ അവിടെ അനുവദിക്കാനായിട്ട് പാടുള്ളൂ. പക്ഷെ അത്യാവശ്യം സ്പേഷ്യസ് ആയിരിക്കണം. ഓക്കെ, ഇത്രയൊക്കെയാണ് ബ്ലഡ് ബാങ്കിന്റെ ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത് കേട്ടോ. ഐഡിയൽ ലൊക്കേഷൻ ഓഫ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലാണ്, ഈസി വിസിബിലിറ്റി ഉള്ള ലൊക്കേഷനിലായിരിക്കണം ബ്ലഡ് ബാങ്കിന്റെ സ്ഥാനം. അതുപോലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ്, ഹോസ്പിറ്റലിന്റെ മറ്റ് ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ്സുകളോട് ചേർന്ന് അല്ലെങ്കിൽ അതിന്റെ സമീപത്തായിട്ടായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അതുപോലെ സെപ്പറേറ്റ് എൻട്രിയും എക്സിറ്റും അവിടെ ഉണ്ടായിരിക്കണം ടു കർട്ടെയിൽ ദ ട്രാഫിക് കൺജഷൻ. അതുപോലെ തന്നെ സ്പേഷ്യസ് ആയിരിക്കണം. ബട്ട് എന്താണ്? മിനിമം പബ്ലിക് എൻട്രി മാത്രമേ അവിടെ അനുവദിക്കാനായിട്ട് പാടുള്ളൂ. അതിലൂടെ നമുക്ക് ലാബ് ടെക്നീഷ്യന്റെ ജോലികൾ ഇന്റർഫിയർ ചെയ്യാത്ത രീതിയിൽ നമുക്ക് ആ ഒരു കാര്യങ്ങൾ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും അല്ലെ. ഓക്കെ, ഇത്രയാണ് അവിടെ പറഞ്ഞത് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഓർഗാനോഗ്രാം ആണ് കേട്ടോ. ഒരു ഓർഗാനോഗ്രാം ആണ്, ബ്ലഡ് ബാങ്കിന്റെ ഒരു ഓർഗാനോഗ്രാം ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓർഗാനോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? അതൊരു ഗ്രാഫിക്കൽ റിപ്രസെന്റേഷൻ ആണ് അല്ലെ. ഒരു ഡയഗ്രമാറ്റിക് റിപ്രസെന്റേഷൻ ആണ്. ഒരു ഓർഗനൈസേഷന്റെ സ്ട്രക്ചറിനെ സംബന്ധിച്ച് ഉള്ള ഒരു ഡയഗ്രമാറ്റിക് ആയിട്ടുള്ള ഒരു എന്താണ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷന് നമ്മൾ പൊതുവെ ഓർഗാനോഗ്രാം എന്നാണ് പറയുക കേട്ടോ. ഇവിടെ നമ്മൾ ചിലപ്പോൾ ഒരു ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ജോബ് പൊസിഷനുകളുടെ ഒക്കെ ഒരു ഹൈറാർക്കിയൽ റിലേഷൻഷിപ്പ് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് അതായത് ആ ഒരു ശ്രേണിപരമായിട്ടുള്ള ആ ഒരു ഘടന, ആ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനെയാണ് നമ്മൾ ഓർഗാനോഗ്രാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് ബ്ലഡ് ബാങ്കിന്റെ ഓർഗാനോഗ്രാം ആണ്. ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. ഇത് പഠിച്ചു വെക്കണം. കാര്യം എന്താന്ന് വെച്ചാല് ഇതിന്റെ ഓർഡർ, ആ ഒരു ഹൈറാർക്കിയൽ ഒരു റിലേഷൻ ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ആ ഓർഡർ നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കാം. അതൊരു 1-2 പ്രാവശ്യം ഒന്ന് മനസ്സിരുത്തി വായിച്ചു കിട്ടാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അത് നോക്കുക കേട്ടോ. കാര്യം എന്താ അറിയോ, ഇത് ചിലപ്പോൾ ഇതിന്റെ ഓർഡർ ഒക്കെ അങ്ങോട്ട് ജംബിൾഡ് ആക്കി തന്നിട്ട് നിങ്ങളോട് കറക്റ്റ് സീക്വൻസ് ഏതാണ്, കറക്റ്റ് ഓർഡർ ഏതാണെന്നൊക്കെ നിങ്ങളോട് ചോദിക്കും. ഓക്കെ, ആ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് പരിചയപ്പെടാം ഓർഗാനോഗ്രാം. ഏറ്റവും ടോപ്പിൽ ആരാണ് നോക്കിയേ? മെഡിക്കൽ ഡയറക്ടർ ആണ്. ഇത് ആരാണ് എന്താണെന്നൊന്നും നിങ്ങളോട് ചോദിക്കില്ല കേട്ടോ. ജസ്റ്റ് ഈ ഓർഗാനോഗ്രാം ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ടോപ്പിൽ വരുന്ന ആരാണ്? മെഡിക്കൽ ഡയറക്ടർ ആണ് കേട്ടോ. മെഡിക്കൽ ഡയറക്ടർ ആണ്. അദ്ദേഹത്തിന്റെ കീഴിലാണ് തൊട്ട് താഴെ ഒരു ഹൈറാർക്കിയൽ റിലേഷൻഷിപ്പ് ആണ് അവിടെ കാണിക്കുന്നത് അല്ലെ, ബിറ്റ്വീൻ ദ ജോബ് പൊസിഷൻസ് റിലേറ്റഡ് ടു ബ്ലഡ് ബാങ്ക്. ബ്ലഡ് ബാങ്കിലെ ആ ഒരു ജോബ് പൊസിഷൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഹൈറാർക്കിയൽ റിലേഷൻ ആണ് അവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. സോ ഏറ്റവും ടോപ്പിൽ വരുന്നത് മെഡിക്കൽ ഡയറക്ടർ ആണ്. തൊട്ട് താഴെ അദ്ദേഹത്തിന്റെ കീഴിൽ ആരാണ് വരുന്നത്? HOD ആണ് അല്ലെ, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. ഏതാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ്? ബ്ലഡ് ബാങ്ക് അല്ലെ. അപ്പൊ അതുകൊണ്ട് ഹെഡ് ഓഫ് ദ ബ്ലഡ് ബാങ്ക് അല്ലെ, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. അദ്ദേഹത്തിന്റെ തൊട്ട് താഴെയായിട്ട്
വരുന്നത് ആരാണ് നോക്കിയേ? ചീഫ് ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ആരാണ്? ചീഫ് ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ ചീഫ് ആണ് കേട്ടോ. ഇനി ശ്രദ്ധിക്കാം, ആ ഫ്ലോ ചാർട്ട് ഒന്ന് നോക്കിയേ, ഇനി ഒന്ന് നോക്കിയേ. ചീഫ് ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ കീഴിലായിട്ട് 3 പേരാണ് അവിടെ വരുന്നത്. അദ്ദേഹത്തിന്റെ അണ്ടറിലായിട്ട് 3 വിഭാഗമാണ്, 3 പൊസിഷൻസുകൾ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്നെന്താണ്? BTO. BTO ആരാണ്? ഫുൾ ഫോം പഠിക്കുക കേട്ടോ. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ. ആരാണ് BTO? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ. അടുത്തത് ക്വാളിറ്റി മാനേജർ. അടുത്തത് ആരാണ്? ടെക്നിക്കൽ സൂപ്പർവൈസർ. ആരാണ്? ടെക്നിക്കൽ സൂപ്പർവൈസർ. ഇവര് 3 പേര് ആരുടെ കീഴിൽ വരുന്നതാണ്? ചീഫ് ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. അദ്ദേഹത്തിന്റെ കീഴിൽ ആരൊക്കെയാണ്? ഒന്ന് BTO അല്ലെ, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ, ക്വാളിറ്റി മാനേജർ, ടെക്നിക്കൽ സൂപ്പർവൈസർ. ഓക്കെ, ക്വാളിറ്റി മാനേജറിന്റെ കീഴിൽ ആരും വരുന്നില്ല, അതവിടെ തീർന്നു. ഇനി BTOന്റെ കീഴിൽ ആരാണ് നോക്കിയേ? BTOന്റെ കീഴിലായിട്ട് ടെക്നീഷ്യൻസ് അല്ലെ, ടെക്നീഷ്യന്റെ കീഴിലായിട്ട് അസിസ്റ്റന്റ് ടെക്നീഷ്യൻസ് വരും. ഇനി റൈറ്റ് സൈഡിലോട്ട് വരുവാണെങ്കിൽ ടെക്നിക്കൽ സൂപ്പർവൈസറിന്റെ കീഴിലായിട്ട് ആരൊക്കെ വരുന്നുണ്ട്? ക്ലർക്ക് വരുന്നുണ്ട്, നഴ്സസ് വരുന്നുണ്ട്, PRO വരുന്നുണ്ട് കേട്ടോ. PRO 2 ഉണ്ട്. ഒന്ന് പേഷ്യന്റ് റിലേഷൻ ഓഫീസർ ഉണ്ട്, പബ്ലിക് റിലേഷൻ ഓഫീസർ ഉണ്ട്. ഇവിടെ വരുന്നത് പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ് കേട്ടോ. ക്ലർക്ക്, നഴ്സസ്, അതുപോലെ തന്നെ പബ്ലിക് റിലേഷൻ ഓഫീസേഴ്സ്. അപ്പൊ ആരൊക്കെയാണ്? കിട്ടിയോ നിങ്ങൾക്ക്? അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഏറ്റവും ടോപ്പില് മെഡിക്കൽ ഡയറക്ടർ, അദ്ദേഹത്തിന്റെ കീഴിലായിട്ട് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്, അദ്ദേഹത്തിന്റെ തൊട്ട് താഴെ ചീഫ് ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ചീഫ് ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ അണ്ടറിൽ 3 പേര്. ഒന്ന് BTO, ക്വാളിറ്റി മാനേജർ, ടെക്നിക്കൽ സൂപ്പർവൈസർ. BTOയുടെ കീഴിൽ ടെക്നീഷ്യൻ, ടെക്നീഷ്യന്റെ കീഴിൽ അസിസ്റ്റന്റ് ടെക്നീഷ്യൻ. ഇപ്പോഴത്തെ ടെക്നിക്കൽ സൂപ്പർവൈസറിന്റെ കീഴിൽ ക്ലർക്ക്, നഴ്സസ് ആൻഡ് PROs. ഇതാണ് നമ്മൾ പഠിക്കാനുള്ള ഓർഗാനോഗ്രാം കേട്ടോ. അപ്പൊ ഈ ഓർഡർ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കാം. പിന്നെ വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കാം. നമുക്ക് ഇപ്പൊ ഓരോ പൊസിഷൻ നോക്കിക്കഴിഞ്ഞാല് ഇപ്പൊ ഒരു BTO, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ, അപ്പൊ അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രോബ്ലംസോ മറ്റോ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അദ്ദേഹം ആരുടെ അടുത്തായിരിക്കും റിപ്പോർട്ട് ചെയ്യുക? അവരുടെ തൊട്ട് മുകളിലുള്ള പൊസിഷൻ ആരാണോ അവരുടെ അടുത്തായിരിക്കും റിപ്പോർട്ട് ചെയ്യുക അല്ലെ. അപ്പൊ അങ്ങനെ ആ രീതിയിലും വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പൊ BTO ആർക്കായിരിക്കും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടാവാം? അത് ചീഫ് ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആയിരിക്കും. ചീഫ് ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആർക്കായിരിക്കും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടാവാം? HODക്ക് ആയിരിക്കും, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റിന് ആയിരിക്കും അല്ലെ. ഓക്കെ, അപ്പൊ അത് നമ്മൾ ഓരോരുത്തരുടെ കീഴിലാവുമ്പോൾ നമ്മുടെ തൊട്ട് മുകളിൽ ഇരിക്കുന്ന ആരാണ് അവരുടെ അടുത്തായിരിക്കും നമ്മുടെ റിപ്പോർട്ടിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത് അല്ലെ. ഈ ഒരു ഓർഡർ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, ഒരു 1-2 പ്രാവശ്യം വായിച്ച് കിട്ടാവുന്ന കാര്യമുള്ളൂ കേട്ടോ. നിങ്ങൾ തന്നെ ഒന്ന് വായിച്ചിട്ടൊന്ന് കാണാണ്ടൊന്ന് എഴുതി നോക്കാം കേട്ടോ. ആ ഓർഡർ ഒന്ന് കറക്റ്റ് ആക്കാനായിട്ട്. ഓക്കെ, വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. അടുത്തതിലേക്ക് പോകാം. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് വാട്ട് ടെസ്റ്റ് ആർ ഡൺ ഇൻ ബ്ലഡ് ബാങ്കിങ്. നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു അല്ലെ, ഒരു ബ്ലഡ് ബാങ്ക് എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെയുണ്ട്? ഈ പറയുന്ന റീട്രാൻസ്ഫ്യൂഷൻ ടെസ്റ്റുകളും കമ്പാറ്റബിലിറ്റി ടെസ്റ്റുകളും ഒക്കെ നടക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞു. അപ്പൊ പൊതുവെ ഒരു ബ്ലഡ് ബാങ്കില് ഒരു ബ്ലഡ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ടെസ്റ്റുകളാണ് അവിടെ നടത്തുന്നത് കേട്ടോ. അതാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. A certain set of preliminary tests are done in the lab once the blood is donated, but not restricted to the following. ഏതാനും ചിലത് മാത്രമേ അവിടെ കൊടുത്തിട്ടുള്ളൂ. ഇത് മാത്രമല്ല അവിടെ നടക്കണേ കേട്ടോ. മറ്റു പല ടെസ്റ്റുകൾ നടക്കുന്നുണ്ട്, പക്ഷെ വളരെ പ്രിലിമിനറി ആയിട്ട് നടക്കുന്ന കുറച്ച് ടെസ്റ്റുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഏതാ നോക്കിയേ? ടൈപ്പിംഗ്. ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുന്നു കേട്ടോ. ടൈപ്പിംഗ് ആണ്. അതായത് ABO ഗ്രൂപ്പ് ബ്രാക്കറ്റിൽ ബ്ലഡ് ടൈപ്പ്. അപ്പൊ ബ്ലഡ് ബാങ്കിലേക്ക് വൺസ് ബ്ലഡ് കളക്ട് ചെയ്ത് കഴിഞ്ഞാല് അല്ലെങ്കിൽ ആരെങ്കിലും ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാല് എന്തൊക്കെ പ്രിലിമിനറി ടെസ്റ്റുകളാണ് അവിടെ നടത്തുന്നത്? ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാല് ടൈപ്പിംഗ് ടെസ്റ്റ് ആണ്. അഥവാ ബ്ലഡ് ടൈപ്പ് ഏതാണെന്ന് തിരിച്ചറിയുന്നതിനുള്ള ടെസ്റ്റ് ആണ് ആദ്യം നടത്തുന്നത്. അതിനകത്ത് പറയുന്നുണ്ട് അല്ലെ, ABO ഗ്രൂപ്പ്. പൊതുവെ നമ്മൾ പറയാ ABO ഗ്രൂപ്പിംഗ് സിസ്റ്റം. നമ്മുടെ ബ്ലഡിന്റെ ഗ്രൂപ്പ് പറയുന്നത് നമ്മൾ ABO ഗ്രൂപ്പിംഗ് സിസ്റ്റം എന്നാണ് നമ്മൾ പറയാ. ABO ഗ്രൂപ്പിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും 4 ഗ്രൂപ്പുകളാണ്.
ഏതൊക്കെയാണ് എ ബി എന്ന് കേൾക്കുമ്പോൾ മൂന്നെണ്ണാണെന്ന് വിചാരിക്കരുത്. എ ഉണ്ട്, ബി, എ ബി, ഒ, അങ്ങനെ 4 ഗ്രൂപ്പുകളാണ് വരുന്നത് കേട്ടോ. ഇതൊക്കെയാണ് നമ്മൾ അതിന് പൊതുവെ എ ബി ഒ ഗ്രൂപ്പിംഗ് സിസ്റ്റം എന്നാണ് പറയാം. ഇതൊക്കെയാണ് എ ഉണ്ട്, ബി ഉണ്ട്, എ ബി, ഒ, അങ്ങനെ 4 ഗ്രൂപ്പുകളാണ് ഉള്ളത്. എങ്ങനെയാണ് നമ്മൾ ഈ ഗ്രൂപ്പുകൾ തിരിച്ചറിയുന്നത്? ഏത് രീതിയിലാണ്? ഇപ്പൊ ഒരു ആളുടെ ബ്ലഡ് ഗ്രൂപ്പ്, ഞാൻ എ പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആണ് എന്റേത്. അപ്പോ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? എന്റെ ബ്ലഡ് എടുത്തു, എന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോ അതിനകത്ത് ആന്റിജൻ എയുടെ സാന്നിധ്യമാണ് കണ്ടെത്താനായിട്ട് സാധിച്ചത്. അതിൽ നിന്നും എന്റെ ബ്ലഡ് ഗ്രൂപ്പ് എ എന്ന ഗ്രൂപ്പാണെന്ന് കൺക്ലൂഡ് ചെയ്തു. ഓക്കെ, അതുപോലെ മറ്റൊരാളുടെ ബ്ലഡ് എടുത്തു, ഇതുപോലെ ടെസ്റ്റ് ചെയ്തപ്പോ അതിനകത്ത് ആന്റിജൻ ബിയുടെ സാന്നിധ്യമാണ് കണ്ടെത്താനായിട്ട് സാധിച്ചത്. ആന്റിജൻ ബിയുടെ സാന്നിധ്യമാണ് കണ്ടെത്താനായിട്ട് സാധിച്ചത്. അതിൽ നിന്നും അത് ഒരു ബി ഗ്രൂപ്പ് ആണെന്ന് കൺക്ലൂഡ് ചെയ്തു. ഓക്കെ, ഇനി വേറൊരാളുടെ ബ്ലഡ് ഗ്രൂപ്പ് എടുത്തു, അത് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ അതിൽ ആന്റിജൻ എയുടെയും ബിയുടെയും സാന്നിധ്യം കണ്ടെത്താനായിട്ട് സാധിച്ചു. അതിൽ നിന്നും അത് എ ബി എന്ന ബ്ലഡ് ഗ്രൂപ്പിൽ പെടുന്നതാണെന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, പിന്നെ വേറൊരാളുടെ ബ്ലഡ് എടുത്തു, ടെസ്റ്റ് ചെയ്തപ്പോ അതിനകത്ത് ഒരു ആന്റിജന്റെയും സാന്നിധ്യം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. ഒരു ആന്റിജൻസും അതിനകത്തില്ല. ആ ഒരു ബ്ലഡ് ഗ്രൂപ്പാണ് ഒ ഗ്രൂപ്പായിട്ട് കൺക്ലൂഡ് ചെയ്തത്. മനസ്സിലായല്ലോ? പിന്നെ ഇത് പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. എ എന്ന ബ്ലഡ് ഗ്രൂപ്പില് ആന്റിജൻ എയുടെ സാന്നിധ്യവും ബി എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പിൽ ബി എന്ന ആന്റിജന്റെ സാന്നിധ്യവും എ ബി ബ്ലഡ് ഗ്രൂപ്പിനകത്ത് എയും ബിയും ആന്റിജന്റെ സാന്നിധ്യവും ആന്റിജൻസ് ഒന്നും ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പാണ് ഒ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളോട് വേണമെങ്കിൽ ഒരു ചോദ്യം അതിൽ നിന്ന് ചോദിക്കാം. ദ ബ്ലഡ് ഗ്രൂപ്പ് വിത്തൗട്ട് ആന്റിജൻസ്, ആന്റിജൻസ് ഒന്നും ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? ഒ ആണ് കേട്ടോ. ഇതാണ് ഒ ആണ്. ഓക്കെ, കിട്ടിയോ? അപ്പൊ ആ ഒരു ബേസിലാണ് നമ്മള് എ ഗ്രൂപ്പ് എന്താണ് അതിന് ചോദിക്കുന്നത്? നെഗറ്റീവ് അടുത്തത് പറയാം കേട്ടോ. ജസ്റ്റ് ഗ്രൂപ്പ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നെഗറ്റീവും പോസിറ്റീവും അടുത്ത ഒരു പോയിന്റിൽ പറയുന്നുണ്ട് കേട്ടോ. ഇതിപ്പോ ജസ്റ്റ് ഗ്രൂപ്പ് മാത്രമാണ് പറഞ്ഞത് കേട്ടോ. എ ഗ്രൂപ്പ്, ബി ഗ്രൂപ്പ്, എ ബി, ഒ ഗ്രൂപ്പ് എങ്ങനെയാണ്. അപ്പൊ ആ ഒരു ഗ്രൂപ്പ് ടെസ്റ്റ് ആണ് ആദ്യമായിട്ട് നമ്മൾ അവിടെ ചെയ്യുന്നത്. ഏത് ഗ്രൂപ്പിൽ പെട്ടതാണെന്നാണ് ഫസ്റ്റ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. രണ്ടാമത്തതാണ് അല്ലു ചോദിച്ച സംഭവം, അതായത് RH ടൈപ്പിംഗ് ടെസ്റ്റ്. ഇതാണ് RH ടൈപ്പിംഗ് ടെസ്റ്റ്. ബ്രാക്കറ്റില് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ആന്റിജൻ. എന്താണ് RH ടൈപ്പിംഗ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? RH എന്ന് പറഞ്ഞാൽ എന്താണ്? റീസസ് എന്നാണ് കേട്ടോ. റീസസ് എന്നാണ് അതിന്റെ ഫുൾ ഫോം കേട്ടോ. RHESUS, റീസസ് ഫാക്ടർ എന്ന് നമ്മൾ പറയും. ഈ റീസസ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരു ബ്ലഡ് ഗ്രൂപ്പ് അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടറാണ് റീസസ് ഫാക്ടർ എന്ന് പറയുന്നത്. റീസസ് ഫാക്ടർ അതിന് നമ്മൾ ചുരുക്കിയിട്ടാണ് RH എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ റീസസ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബ്ലഡ് ഗ്രൂപ്പ് അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് തീരുമാനിക്കുന്ന ഫാക്ടറാണ് RH ഫാക്ടർ. അപ്പൊ എങ്ങനെ തീരുമാനിക്കും? RH ഫാക്ടർ ഉണ്ടെങ്കിൽ, if there is RH factor, RH ഉണ്ടെങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കും. If there is no RH factor, RH ഇല്ലാന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവ് ആയിരിക്കും. മനസ്സിലായോ? എങ്ങനെ RH എന്ന് പറയുന്ന ഫാക്ടർ വെച്ചിട്ടാണ് നമ്മൾ ഒരു ബ്ലഡ് ഗ്രൂപ്പ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് തീരുമാനിക്കുന്നത്. RH ഫാക്ടർ ഉണ്ടെങ്കിൽ അത് പോസിറ്റീവ് ആണ്. RH ഫാക്ടർ ഇല്ല എങ്കിൽ അത് നെഗറ്റീവ് ആണ്. അപ്പൊ പണ്ട് ഈ റീസസ് എന്ന് പറയുന്ന ഒരു കുരങ്ങുകളുണ്ട്. നിങ്ങൾ ഗൂഗിളിൽ ചെയ്ത് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. റീസസ് മങ്കീസ്. അതിനകത്താണ് ഈ ഒരു പരീക്ഷണവും കാര്യങ്ങളൊക്കെ ചെയ്തത്. അങ്ങനെയാണ് ഈ ഒരു ഫാക്ടർ ഒക്കെ കണ്ടുപിടിക്കുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ RH ഫാക്ടർ എന്ന് പറഞ്ഞ ഒരു പ്രോട്ടീൻ ആണ്. അതായത് നമ്മുടെ RBCയിലൊക്കെ ബൈൻഡ് ചെയ്ത് കാണപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് പ്രോട്ടീൻ ആണ് ഈ RH എന്ന് പറയുന്നത്. എല്ലാവരിലും ഉണ്ടാവില്ല. അപ്പൊ ഇതൊരു റീസസ് എന്ന് പറയുന്ന മങ്കീസ് ഉണ്ട്, കുരങ്ങുകളുണ്ട്. അതിനകത്ത് എക്സ്പെരിമെന്റ് നടത്തിയിട്ടാണ് ഈ ഒരു ഫാക്ടറിനെ കണ്ടുപിടിക്കുന്നത്. അപ്പൊ അതിനോടുള്ള ഒരു ബഹുമാനാർത്ഥം കൊടുത്തതാണ് എന്ത്? റീസസ് ഫാക്ടർ കേട്ടോ. റീസസ് കുരങ്ങിനോടുള്ള ബഹുമാനാർത്ഥം കൊടുത്തതാണ് റീസസ്. ഓക്കെ, റീസസ് ഫാക്ടർ കേട്ടോ. RH എന്നാണ് നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് പറയുന്നത്. മനസ്സിലായല്ലോ? അങ്ങനെയാണ് നമ്മളത് പോസിറ്റീവ് ആണോ, RH ഉണ്ടെങ്കിൽ അത് പോസിറ്റീവ് ആണ്, RH ഇല്ലാന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവ് ആണെന്ന് തീരുമാനിക്കും. ആ ഒരു ടെസ്റ്റ് ആണ് നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്നത്. ആദ്യം ചെയ്യുന്ന ഗ്രൂപ്പ് ടെസ്റ്റ്, രണ്ടാമത്തത് RH ടൈപ്പിംഗ് ടെസ്റ്റ്. 2 ടെസ്റ്റുകൾ കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്ത ടെസ്റ്റിംഗ് ഏതാന്ന് നോക്കിയേ. പ്രിലിമിനറി ടെസ്റ്റ് മാത്രമാണ് കേട്ടോ പറയുന്നത്. പിന്നെ എന്താണ്? സ്ക്രീനിങ് ആണ് കേട്ടോ. സ്ക്രീനിങ് ഫോർ എനി ആക്സിഡന്റൽ റെഡ് ബ്ലഡ് സെൽ ആന്റിബോഡീസ്
that may cause the complications in the recipient, that is transfusion reaction test. മൂന്നാമതായിട്ട് നടത്തുന്ന ടെസ്റ്റ് ഏതാണെന്നറിയോ? ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ടെസ്റ്റ്. എന്താണ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ടെസ്റ്റ്? എന്താണ് ഈ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എന്ന് കേട്ടാൽ വേറൊന്നുമല്ല, നമ്മൾ ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തുന്നത് മൂലം ഉണ്ടാവുന്ന ചെറിയ ചില ഹോസ്റ്റൈൽ റിയാക്ഷൻസ് ആണ്. നമ്മൾ പറയും ചില പ്രതികൂലമായിട്ടുള്ള ചില റിയാക്ഷൻസുകൾ. അതിനെയാണ് നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. എവിടെ കേട്ട് കഴിഞ്ഞാലും ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്ഫ്യൂഷൻ എന്താന്ന് നമ്മൾ പഠിച്ചു അല്ലെ? ഒരാളിൽ നിന്ന് ഒരു ഡോണറിൽ നിന്ന് റെസിപ്പിയന്റിലോട്ട് നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത് മൂലം ഉണ്ടാകുന്ന ചെറിയ ചില പ്രതികൂലമായിട്ടുള്ള റിയാക്ഷൻസുകളെയാണ് നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനുള്ള ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ടെസ്റ്റുകളാണ് മൂന്നാമതായിട്ട് അവിടെ ചെയ്യുന്നത്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം ഓർമ്മയുണ്ടല്ലോ, നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ നടത്തുമ്പോൾ മൈൽഡ് ആയിട്ടുള്ള റിയാക്ഷൻസ് തൊട്ട് ചിലതിൽ വളരെ ലൈഫ് ത്രെട്ടണിങ് ആയിട്ടുള്ള റിയാക്ഷൻസ് വരെ ഉണ്ടാവാറുണ്ട്. അപ്പൊ മൈൽഡ് ആയിട്ടുള്ള റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചെറിയ രീതിയിലുള്ള ഷിവറിങ്, കോൾഡ്നെസ് അങ്ങനെയൊക്കെ അനുഭവപ്പെടാം. ചെറിയ രീതിയിൽ ഹെഡ് ഏക്ക് അല്ലെങ്കിൽ ഒരു ഫീവർ ഒക്കെ പോലെ ചെറിയ രീതിയിലുള്ള റിയാക്ഷൻസ് അങ്ങനെയാണ് കേട്ടോ, ബ്ലഡ് ഒക്കെ സ്വീകരിക്കുന്ന സമയത്ത്. ചില കേസുകളിൽ ഭയങ്കര ലൈഫ് ത്രെട്ടണിങ് ആയിട്ടുള്ള കേസുകൾ ഉണ്ടാവാറുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്, സ്ക്രീനിങ് ഫോർ എനി ആക്സിഡന്റൽ റെഡ് ബ്ലഡ് സെൽ ആന്റിബോഡീസ് that may cause complications in the recipient. അതായത് നമ്മുടെ റെസിപ്പിയന്റ് സ്വീകർത്താവിന് ഈ പറയുന്ന കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ചില എന്താണ് ആക്സിഡന്റൽ ആയിട്ട് വരുന്നതാണ് കേട്ടോ. ആക്സിഡന്റൽ റെഡ് ബ്ലഡ് സെൽ ആന്റിബോഡീസ്, റെഡ് ബ്ലഡ് സെൽ ആന്റിബോഡീസിന്റെ സാന്നിധ്യമുണ്ടോ എന്ന് തിരിച്ചറിയുന്നതിനുള്ള സ്ക്രീനിങ് ടെസ്റ്റുകള്, ശരിക്കും പറഞ്ഞ എന്താണത്? ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ടെസ്റ്റുകൾ അവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഈ പറയുന്ന റെസിപ്പിയന്റിന്റെ ബോഡിയിൽ സങ്കീർണതകൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഏതെങ്കിലും തരത്തിലുള്ള റെഡ് ബ്ലഡ് സെൽ ആന്റിബോഡീസിന്റെ സാന്നിധ്യമുണ്ടോ എന്ന് തിരിച്ചറിയുന്നതിനുള്ള സ്ക്രീനിങ് ടെസ്റ്റുകൾ അവിടെ കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പൊ അതൊക്കെ ആക്സിഡന്റൽ ആയിട്ട് സംഭവിക്കുന്നതാണ് കേട്ടോ. ഇങ്ങനെയുള്ള റെഡ് ബ്ലഡ് സെൽ ആന്റിബോഡീസ് ഉണ്ടെന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ ഒരാൾക്ക് കൊടുക്കാൻ പോകുന്ന ഒരു ബ്ലഡ്, ആ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാണ്. ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് ഈ റെഡ് ബ്ലഡ് സെൽ ആന്റിബോഡീസിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് വിചാരിക്കാം. ഈ ഒരു ബ്ലഡ് നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ നടത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്ന അറിയോ? അതായത് ആ സ്വീകർത്താവിലോട്ട് റെസിപ്പിയന്റിലോട്ട് ഈ ബ്ലഡ് ചെയ്യുന്ന സമയത്ത് അവരുടെ ശരീരത്തില് അവരുടെ ബ്ലഡിൽ ഓൾറെഡി ഉള്ള RBC ഉണ്ടല്ലോ, ആ RBCനെ ഇവിടെ നിന്ന് ചെല്ലുന്ന റെഡ് ബ്ലഡ് സെൽ ആന്റിബോഡീസ് ഡിസ്ട്രോയ് ചെയ്യും, അതിനെ അറ്റാക്ക് ചെയ്യും. അപ്പൊ നമ്മൾ ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആ ബ്ലഡ് കൊടുത്തത്. ജീവൻ രക്ഷിക്കാൻ കൊടുത്തത് എന്തായിട്ട് മാറും? ചിലപ്പോ അവരുടെ ജീവനെ അപകടത്തിലാക്കുന്ന ഒരു സാഹചര്യം വരും. മനസ്സിലായോ? അതായത് അതുകൊണ്ടായി പറഞ്ഞത് വളരെ മൈൽഡ് ആയിട്ടുള്ള തൊട്ട് വളരെ ലൈഫ് ത്രെട്ടണിങ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരെ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ആക്സിഡന്റൽ റെഡ് ബ്ലഡ് സെൽ ആന്റിബോഡീസിന്റെ സാന്നിധ്യം ഉണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള സ്ക്രീനിങ് ടെസ്റ്റുകൾ, ശരിക്കും പറഞ്ഞ എന്താണ്? ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ടെസ്റ്റുകൾ എവിടെ നടക്കുന്നുണ്ട്? ബ്ലഡ് ബാങ്കിനകത്ത് നടക്കുന്നുണ്ട്. ആദ്യത്തെ ഗ്രൂപ്പിംഗ് ടെസ്റ്റ്, രണ്ടാമത്തെ RH ടൈപ്പിംഗ് ടെസ്റ്റ്, മൂന്നാമത്തത് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ടെസ്റ്റ്. ഇനി നാലാമത്തെ ഒരെണ്ണം കൂടെ പറയുന്നുണ്ട്. എന്താണത്? സ്ക്രീനിങ് ഫോർ കറന്റ് ഓഫ് പാസ്റ്റ് ഇൻഫെക്ഷൻസ് ഇൻക്ലൂഡിംഗ് ഹെപ്പറ്റൈറ്റിസ് വൈറസസ് B and C, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് അഥവാ HIV, ട്രിപ്പോലിമ പാലിഡം ബ്രാക്കറ്റിൽ സിഫിലിസ്. അതിനു പുറമെ നമ്മൾ കൊടുക്കുന്ന ബ്ലഡില് ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസുകൾ ഉണ്ടോ എന്നറിയാനുള്ള സ്ക്രീനിങ് ടെസ്റ്റുകൾ അവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ളതാണ് പ്രധാനമായിട്ട് ഇത്തരത്തിലുള്ള ബ്ലഡിലൂടെയൊക്കെ വരുന്ന അസുഖങ്ങള്. ഇങ്ങനെയുള്ള അസുഖങ്ങൾ പ്രത്യേകിച്ച് എടുത്തു പറയുന്ന ചില അസുഖങ്ങളുണ്ട് കേട്ടോ, ഇൻഫെക്ഷൻസ് ഉണ്ട്. ഏതൊക്കെയാണെന്ന്? ഹെപ്പറ്റൈറ്റിസ് വൈറസസ് B and C. ഹെപ്പറ്റൈറ്റിസ് ലിവറിന് വരുന്നതാണ് കേട്ടോ. ഡിസ്ഇൻഫ്ലമേഷൻ ഓഫ് ദ ലിവർ കേട്ടോ, കരൾ വീക്കം എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ സംഭവമാണ് കേട്ടോ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പൊ ഹെപ്പറ്റൈറ്റിസ് വൈറസസ് B and C, ഹെപ്പറ്റൈറ്റിസ് A ഉണ്ട്, B, C, D, E ഒക്കെ ഉണ്ട് കേട്ടോ. അതിൽ B-യും C-യും, ഈ B-യും C-യും എന്നൊക്കെ പറഞ്ഞാൽ കൂടുതലും ഈ പറയുന്ന പോലെ ബ്ലഡിലൂടെ വരുന്ന അസുഖമാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇത് ശരിക്കും സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഡിസീസസ് ആണ്. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന അസുഖമാണ് കേട്ടോ ഹെപ്പറ്റൈറ്റിസ് വൈറസസ് B and C എന്ന് പറയുന്നത്. മറ്റുള്ള ഹെപ്പറ്റൈറ്റിസ് A, D എന്നൊക്കെ പറയുന്നത് കൂടുതലും കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ്, വാട്ടർ അതിൽ നിന്നൊക്കെയാണ് ഉണ്ടാവുന്നത്. പക്ഷെ ഹെപ്പറ്റൈറ്റിസ് വൈറസ് B, C എന്നൊക്കെ പറയുന്നത് ഇതിലൂടെ ബ്ലഡിലൂടെയൊക്കെ വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻ ആണ് കേട്ടോ. ഓക്കെ, ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന ഇൻഫെക്ഷൻ ആണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒന്നാണ് HIV അല്ലെ.
HIV ഫുൾ ഫോം അറിയാലോ, എന്താണ്? അറിയാത്തവര് പഠിച്ചു വെക്കണം കേട്ടോ, അവർക്കൊക്കെ അറിയാം, അറിയാത്തവരുണ്ടെങ്കിൽ പഠിക്കാം കേട്ടോ. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ് കേട്ടോ. ഡെഫിഷ്യൻസി ഉണ്ട് കേട്ടോ അവിടെ. ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ് എന്നല്ല, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എയ്ഡ്സിന് കാരണമാകുന്ന വൈറസ് ആണ് അല്ലെ. HIV നമ്മുടെ എയ്ഡ്സിന് കാരണമാകുന്ന വൈറസ് ആണ് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി നമ്മുടെ ഇമ്മ്യൂണിറ്റിനെയാണ് അത് കാണുന്നത് അല്ലെ. രോഗപ്രതിരോധ ശേഷിനെ എന്ത് ചെയ്യാണ്? ആ ഇമ്മ്യൂണിറ്റിനെ ഡെഫിഷ്യന്റ് ആക്കാണ് അല്ലെ. ആ ഇമ്മ്യൂണിറ്റിനെ കുറയ്ക്കാണ്, പ്രതിരോധ ശേഷി നഷ്ടപ്പെടുകയാണ്. HIV വൈറസ് അങ്ങനെയാണ്, ഒരു വ്യക്തിയുടെ ഇമ്മ്യൂണിറ്റിനെയാണ് അത് അഫക്ട് ചെയ്യുന്നത്. അങ്ങനെ ഇമ്മ്യൂണിറ്റിനെ അഫക്ട് ചെയ്ത് എന്ത് സംഭവിക്കും? ഇമ്മ്യൂണിറ്റി ഇല്ലാണ്ടായി മാറും അല്ലെ. അടിക്കടി ഒരു പലതരത്തിലുള്ള അസുഖങ്ങൾ വരാനായിട്ട് തുടങ്ങുന്നത് ഇമ്മ്യൂണിറ്റി നശിച്ച് എല്ലാവിധ അസുഖങ്ങളും പിടിപെട്ട് അവസാനം ആ ഒരു അവസ്ഥയാണ് ഈ എയ്ഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെയാണ് ഈ രോഗി മരണപ്പെടുന്നത്. ഓക്കെ, അപ്പൊ എയ്ഡ്സിന് കാരണമാകുന്ന വൈറസ് ആണെന്നുള്ളത് അറിയാം. പിന്നെ വരുന്ന മറ്റൊരു ഇൻഫെക്ഷൻ ആണ് ഈ പറയുന്ന സിഫിലിസ് കേട്ടോ. സിഫിലിസ്, ഈ സിഫിലിസിന് കാരണമാകുന്ന ആ ഒരു ബാക്ടീരിയയുടെ പേരാണ് ട്രിപ്പോനിമ പാലിഡം. എന്താണ്? ട്രിപ്പോനിമ പാലിഡം. അസുഖത്തിന്റെ പേരാണ് സിഫിലിസ്. നമ്മള് എന്താണ് പറങ്കിപ്പുണ്ണ് എന്നൊക്കെ പറയും മലയാളത്തിൽ. അതാണ് മലയാളം, പറങ്കിപ്പുണ്ണ് എന്നാണ് അതിന് പറയുക കേട്ടോ. സിഫിലിസ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസീസ് ആണ് കേട്ടോ. HIV പോലെ തന്നെയുള്ള ഒരു സംഭവമാണ്. അതൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് കേട്ടോ. ബാക്ടീരിയ മൂലം, വൈറസ് മൂലം, ഫംഗസ് മൂലം ഒക്കെ ഇൻഫെക്ഷൻ ഉണ്ടാവുമല്ലോ. ദിസ് ഇസ് എ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ. ഇതൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. അതിന് കാരണമാകുന്ന ബാക്ടീരിയയുടെ പേര് ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കണം. എന്താണ് ബാക്ടീരിയയുടെ പേര്? ട്രിപ്പോനിമ പാലിഡം. അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സിഫിലിസ് ഈസ് കോസ്ഡ് ബൈ ദ ബാക്ടീരിയ. അതൊരു രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാം. അതൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് കേട്ടോ. വൈറലോ ഫംഗലോ ഇൻഫെക്ഷൻ അല്ല, ഇതൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. അതിന് കാരണമാകുന്ന ബാക്ടീരിയയുടെ പേരാണ് ട്രിപ്പോനിമ പാലിഡം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ പറങ്കികള്, നമ്മൾ പറങ്കികൾ എന്ന് വെച്ചാൽ പോർച്ചുഗീസുകാരെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പറങ്കികൾ ഇപ്പൊ പണ്ട് നമ്മുടെ ഇന്ത്യയിൽ ഫസ്റ്റ് ടൈം വന്നത് പോർച്ചുഗീസുകാരാണല്ലോ. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ വന്നിട്ടുള്ള ഒരു അസുഖമാണിത്. പറങ്കികൾ വരുന്ന പോർച്ചുഗീസുകാര് ഇന്ത്യയിലോട്ട് വരികയും അങ്ങനെയൊക്കെ വന്നിട്ടുള്ള ഒരു അസുഖമാണ്. അതുകൊണ്ടാണ് അതിന്റെ പേര് പറങ്കിപ്പുണ്ണ് എന്നൊക്കെ പറയുന്നത് കേട്ടോ. ഇതൊരു സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസീസ് ആണ്. ഇത് പറഞ്ഞാൽ ബ്ലഡിലൂടെയൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഇൻഫെക്ഷൻ ആണ്. വളരെ എന്താ പറയുക, HIV പോലെ തന്നെയുള്ള ഒരു ഇൻഫെക്ഷൻ തന്നെയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ഇൻഫെക്ഷന് കാരണമാകുന്ന ആ ഒരു ബാക്ടീരിയയുടെ പേര് പുറത്തു വെക്കുക, ട്രിപ്പോനിമ പാലിഡം. ഇങ്ങനെയുള്ള ഇത് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസുകൾ ഏതെങ്കിലും ഉണ്ടോ എന്ന അറിയത്തിനുള്ള സ്ക്രീനിങ് ടെസ്റ്റുകളും കൂടെ എവിടെ നടക്കുന്നുണ്ട്? നമ്മുടെ ബ്ലഡ് ബാങ്കിനകത്ത് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് പഠിക്കാനായിട്ട്. പ്രിലിമിനറി ടെസ്റ്റുകൾ എന്തൊക്കെ ടെസ്റ്റാണ് നമ്മൾ പറഞ്ഞത്? ഒന്ന് ഗ്രൂപ്പിംഗ് ടെസ്റ്റ് അല്ലെ, ഏത് ഗ്രൂപ്പ് ആണ് എന്നറിയാൻ. രണ്ടാമത്തത് RH ടൈപ്പിംഗ് ടെസ്റ്റ്. നിങ്ങൾ ഓർത്തു വെക്കാം, ദ ഫാക്ടർ ദാറ്റ് ഡിറ്റർമിൻസ് ദ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഓഫ് എ ബ്ലഡ് ഗ്രൂപ്പ് കേട്ടോ. ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടർ ആണ് RH ഫാക്ടർ എന്ന് പറയുന്നത്. ഇഫ് ദർ ഇസ് ദ പ്രസൻസ് ഓഫ് RH ഫാക്ടർ, അത് പോസിറ്റീവ് ആയിരിക്കും. ദർ ഇസ് നോ RH ഫാക്ടർ, ഇറ്റ് ഈസ് നെഗറ്റീവ് ആയിരിക്കും കേട്ടോ. പിന്നെ എന്താണ് മൂന്നാമത്തെ ടെസ്റ്റ്? ഏതെങ്കിലും തരത്തിലുള്ള റെഡ് ബ്ലഡ് സെൽ ആന്റിബോഡീസിന്റെ സാന്നിധ്യം ഉണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള സ്ക്രീനിങ് ടെസ്റ്റുകളുണ്ട്. അതുപോലെ ഈ പറയുന്ന ഹെപ്പറ്റൈറ്റിസ് B and C, HIV, സിഫിലിസ് പോലെയുള്ള ടെസ്റ്റ്, ഈ പറയുന്ന ഇൻഫെക്ഷൻസ് ഉണ്ടോ എന്നറിയുന്നതിനുള്ള സ്ക്രീനിങ് ടെസ്റ്റുകളും ബ്ലഡ് ബാങ്കിനകത്ത് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയി വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ ആണല്ലോ? ഓക്കെ ആണോ? ഏതൊക്കെ ടെസ്റ്റുകളാണെന്ന് മനസ്സിലായിട്ടുണ്ടോ? ഇനി നെക്സ്റ്റ് ഒരു ചെറിയ കാര്യം കൂടിയുള്ള അതൊന്ന് പറഞ്ഞിട്ട് ക്ലാസ് നിർത്താം കേട്ടോ. വാട്ട് ആർ ദ ബ്ലഡ് ടൈപ്സ് കേട്ടോ. ഏതൊക്കെയാണ് ബ്ലഡ് ടൈപ്പ്? ബ്ലഡ് ഗ്രൂപ്പ് എത്ര ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞേ? 4 അല്ലേ പറഞ്ഞത്? AB/O. ടൈപ്പ് പറയുമ്പോൾ നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് സ്പെസിഫൈ ചെയ്ത് പറയണം. അങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറയുമ്പോൾ 8 എണ്ണം വരും കേട്ടോ. A positive, A negative, B positive, B negative, AB positive, AB negative, O positive and O negative. അങ്ങനെ 8 ബ്ലഡ് ടൈപ്പ് ഉണ്ടാവും കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഇൻഫർമേഷൻ ടേബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ബൈഹാർട്ട് ഒന്നും ചെയ്യണ്ട കേട്ടോ. അക്കോർഡിംഗ് ടു ദ അമേരിക്കൻ അസോസിയേഷൻ ഓഫ് ബ്ലഡ് ടൈപ്സ്, ഡെലിവറി ഓഫ് ബ്ലഡ് ടൈപ്സ് ഇൻക്ലൂഡ്സ് ദ ഫോളോയിങ് കേട്ടോ. അമേരിക്കൻ അസോസിയേഷൻ ഓഫ് ബ്ലഡ് ബാങ്കിന്റെ അവരുടെ ഒരു സർവേയിലുള്ള ഒരു ഇൻഫർമേഷൻ ആണ് അവിടെ ഒരു ടേബിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അതായത് വിവിധ ബ്ലഡ് ടൈപ്പുകളുടെ വിതരണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് അവിടെ ടേബിളിൽ കൊടുത്തിരിക്കുന്നത്.
അപ്പൊ ഈ ടേബിളില് ഓരോ എത്ര പെർസെന്റേജ് ആണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും ഏറ്റവും കൂടുതൽ ആളുകളിൽ വിതരണം ചെയ്യപ്പെടുന്നതുമായിട്ടുള്ള ബ്ലഡ് ടൈപ്പുകൾ ആ പെർസെന്റേജ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, നോക്കിയേ, O പോസിറ്റീവ്, ORH പോസിറ്റീവ് 39%, അതുപോലെ ARH പോസിറ്റീവ് 31, B പോസിറ്റീവ് 9%, A നെഗറ്റീവ് 6%, AB പോസിറ്റീവ് 3%, B നെഗറ്റീവ് 2%, O നെഗറ്റീവ് 9% ആൻഡ് AB നെഗറ്റീവ് 1%. ഇതെങ്ങനെ കണ്ടു പഠിക്കേണ്ടത്. പക്ഷെ ഇതിന് ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു ടേബിൾ നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ ആളുകളിൽ വിതരണം ചെയ്യപ്പെടുന്ന ബ്ലഡ് ടൈപ്പ് ഏതാണെന്ന് പറയാമോ? ഏറ്റവും കൂടുതൽ വിതരണം ചെയ്യപ്പെടുന്ന ബ്ലഡ് ടൈപ്പ് ഏതാണെന്ന് ഈ ഒരു ടേബിൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാമല്ലോ. ഏതാണത്? ഒന്ന് പറഞ്ഞേ. ഏറ്റവും കൂടുതൽ വിതരണം ചെയ്യപ്പെടുന്ന ആ ഒരു ബ്ലഡ് ടൈപ്പ് ഏതാണെന്ന് നോക്കിയത് പറഞ്ഞേ. ഏതാണത്? ഏതാണ്? O പോസിറ്റീവ്. ഏതാണ്? O പോസിറ്റീവ്. കാരണം എത്രയാ? 39%. ഇതിനൊരു കാര്യം മനസ്സിലാക്കുക അല്ലെ. ഏറ്റവും കൂടുതൽ ആളുകളിൽ വിതരണം ചെയ്യപ്പെടുന്ന ബ്ലഡ് ടൈപ്പ് ഏതാണ്? O പോസിറ്റീവ് ആണ്. സെക്കൻഡ് മോസ്റ്റ് ആയിട്ട്, അതാണ് ഏറ്റവും നിൽക്കുന്നത് അല്ലെ. സെക്കൻഡ് മോസ്റ്റ് ഏതാ? A പോസിറ്റീവ് അല്ലെ. സെക്കൻഡ് മോസ്റ്റ് ആയിട്ട് 31% A പോസിറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ വളരെ ലീസ്റ്റ് ആയിട്ട് വിതരണം ചെയ്യപ്പെടുന്ന ബ്ലഡ് ടൈപ്പ് ഏതാണെന്ന് പറയാം. ഏറ്റവും ലീസ്റ്റ് ആയിട്ട് ഏറ്റവും കുറവ് രീതിയിൽ കാണുന്നത് ഏതാ? A നെഗറ്റീവ് അല്ലെ. ഇതാണ് A നെഗറ്റീവ് ആണ് കേട്ടോ. 1% ഉള്ളു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ആ ഒരു ഐഡിയ മാത്രം ഉണ്ടായാൽ മതി. വേറൊന്നും അതിനകത്ത് ഇത്ര പെർസെന്റേജിനോ എന്ന് ചോദിക്കില്ല കേട്ടോ. ഓക്കെ, ഇത്രയും കേട്ടോ. ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? അപ്പോ നമ്മള് ഇന്ന് പഠിച്ചത് ബ്ലഡ് ബാങ്ക്, അതിന്റെ എന്താണ് ഒരു ആവറേജ് എന്താണ് ഒരാളുടെ ശരീരത്തിൽ 5 ലിറ്റർ ബ്ലഡ് ആണ് ഉണ്ടാവുക. പിന്നെ ബ്ലഡ് ബാങ്കിന്റെ ഫംഗ്ഷൻസ് നമ്മൾ പഠിച്ചു. ഐഡിയൽ ലൊക്കേഷൻ ഓഫ് ബ്ലഡ് ബാങ്ക് ഗ്രൗണ്ട് ഫ്ലോറിലാണ്. ബ്ലഡ് ബാങ്കിന്റെ ഓർഗാനോഗ്രാം പഠിച്ചു. ആ ഓർഗാനോഗ്രാം ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കാം. Then നമ്മൾ what are the preliminary test that is conducted in the blood bank. ഓക്കെ, ഇപ്പൊ 4 ടെസ്റ്റുകളൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടോ. അതിനൊക്കെ പോയിന്റുകൾ ഓർത്ത് വെക്കുക. HIVയുടെ ഫുൾ ഫോം, സിഫിലിസിന് കാരണമാകുന്ന ബാക്ടീരിയയുടെ പേര് ട്രിപ്പോണിമ പാലിഡം. ഓക്കെ, അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ക്ലിയർ? അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ഫങ്ഷൻസ് കേട്ടോ, ബ്ലഡിന്റെ കമ്പോണൻസും അതിന്റെ ഫങ്ഷൻസ് ഒക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം കേട്ടോ. ടെസ്റ്റിൽ മൂന്നാമത്തെ പോയിന്റില് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യോ? സ്ക്രീനിങ് ഫോർ എനി ആക്സിഡന്റൽ റെഡ് ബ്ലഡ് സെൽസ് എന്നിട്ട് ആന്റിബോഡീസ് സ്ക്രീനിങ് അല്ലെ. സ്ക്രീനിങ് ഫോർ എനി ആക്സിഡന്റൽ റെഡ് ബ്ലഡ് സെൽ ആന്റിബോഡീസ് ദാറ്റ് മേ കോസ് ദ കോംപ്ലിക്കേഷൻ ഇൻ ദ റെസിപ്പിയന്റ്. അതായത് ഒരു ഡോണറിൽ നിന്ന് ബ്ലഡ് ഒരാളിലേക്ക് കൊടുക്കാന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ആ ഒരു ബ്ലഡില് ഏതെങ്കിലും തരത്തിലുള്ള റെഡ് ബ്ലഡ് സെൽ ആന്റിബോഡീസുകൾ, ഞാൻ പറഞ്ഞില്ലേ റെഡ് ബ്ലഡ് സെൽ ആന്റിബോഡീസ് ഉണ്ടായിട്ട് എന്ത് സംഭവിക്കുന്നത്? അപ്പൊ ഞാനൊരാൾക്ക് ബ്ലഡ് കൊടുക്കാണ്. എന്റെ ബ്ലഡ് പരിശോധിച്ച് കഴിയുമ്പോൾ അതിൽ റെഡ് ബ്ലഡ് സെൽ ആന്റിബോഡീസിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് വിചാരിക്കാം. ഇത് ഞാൻ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അയാളുടെ ശരീരത്തിൽ എന്റെ ബ്ലഡ് ചെല്ലുമ്പോൾ അയാളുടെ ശരീരത്തില് RBC ഉണ്ടല്ലോ, അതിന് ഇത് നശിപ്പിക്കും. ഈ റെഡ് ബ്ലഡ് സെൽ ആന്റിബോഡീസ് നശിപ്പിച്ചു കളയും. മനസ്സിലായോ? അപ്പൊ അത് അവർക്ക് എന്താണ് അവരുടെ ജീവന് ഭീഷണി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ അതൊന്നും എപ്പോഴും ഉണ്ടാവുന്നതല്ല, ആക്സിഡന്റൽ ആയിട്ട് സംഭവിക്കുന്നതാണ്. അപ്പൊ അത്തരത്തിൽ എന്തെങ്കിലും ആക്സിഡന്റൽ ആയിട്ട് ഉള്ള ഏതെങ്കിലും റെഡ് ബ്ലഡ് സെൽ ആന്റിബോഡീസുകളുടെ സാന്നിധ്യം ഉണ്ടോ അത് തിരിച്ചറിയാനുള്ള സ്ക്രീനിങ് ടെസ്റ്റുകൾ നടത്താറുണ്ട്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ശരിക്കും എന്താണ്? ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ആണ് കേട്ടോ. ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ടെസ്റ്റ് നമ്മൾ ഒരാൾക്ക് ബ്ലഡ് കൊടുക്കുമ്പോൾ അയാൾക്ക് ഉണ്ടാകുന്ന ചില പ്രതികൂലമായിട്ടുള്ള റിയാക്ഷൻസിന്റെ ഭാഗമാണത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള റിയാക്ഷൻസുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ അങ്ങനെയുള്ള ടെസ്റ്റുകളാണ് അവിടെ കണ്ടക്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, സന്ധ്യയല്ലേ ചോദിച്ചേ? സന്ധ്യയല്ലേ ചോദിച്ചത്? ഓക്കെ ആണോ? ശരി, നമ്മളൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു. Thank you, ma'am. Thank you, ma'am.